السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരുപാട് സ്നേഹവും അതിലേറെ ബഹുമാനവുമുള്ള വേദിയിലിരിക്കുന്ന ആദരണീയരായ വ്യക്തിത്വങ്ങളെ, ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷണ മനോഭാവമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഈ പ്രദേശത്ത് ഈ സമ്മേളനത്തിന് വേണ്ടി വ്യക്തികളെ കാണുകയും ഓരോരുത്തരുടെ ഭവനങ്ങളിൽ കയറി സ്നേഹത്തോടെ അവരെ വിളിച്ച് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരു സമ്മേളനം ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങളൊക്കെ വരണം, കേൾക്കണം, സത്യാന്വേഷണ മനസ്ഥിതിയോടെ ഇതിനെ വീക്ഷിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വേള അത്തരം ആളുകളും ഈ സദസ്സിൽ വന്നിരിക്കുന്നുണ്ടാകാം. സദസ്സിന് പുറത്ത് റോഡരികിലും ഉച്ചഭാഷിണിയുടെ ശബ്ദം കേൾക്കുന്നതിൻ്റെ പരിധിയിലും എല്ലാം ഉണ്ടാകാം. ആധുനികമായ സൗകര്യങ്ങളുള്ള ഒരു നാട്ടിൽ, ഇന്ത്യയിലോ വിദേശത്തോ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഇതിൻ്റെ ലിങ്ക് ലഭിച്ചവർക്ക് അതിൽ പ്രവേശിച്ചുകൊണ്ട് ഈ സമ്മേളനം കേൾക്കാനുള്ള സൗഭാഗ്യമുണ്ട്. അലസമായി മുൻവിധികളോടെ ഈ പ്രഭാഷണങ്ങളെ തള്ളിക്കളഞ്ഞാൽ നഷ്ടമാകുന്നത് നമുക്ക് തന്നെയാണ്. കാരണം അത്രമേൽ ഉറപ്പുള്ള വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുക മാത്രമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എല്ലാ കാലത്തും ചെയ്തു പോന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ, ഇന്ന് റബ്ബിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രഭാഷണം നേരത്തെ അസർ നമസ്കാരത്തിന് ശേഷം ഏറെക്കുറെ മഗ്‌രിബിനോട് തൊട്ടടുത്ത് വരെ നല്ലൊരു ഖുർആനിക വൈജ്ഞാനിക പ്രഭാഷണം നമ്മൾ കേട്ടു. ആളുകൾ ചിന്തിക്കണം,
കാരണം ഇസ്ലാം മനുഷ്യരാശിയോട് മൊത്തമായി സംസാരിച്ചിട്ടുള്ള മതമാണ്. മാനവകുലത്തോട് മൊത്തമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ള ഒരു മതം. ദേശ, ഭാഷ, വർണ്ണങ്ങൾക്കപ്പുറത്ത്, രാജ്യാതിർവരമ്പുകൾക്കപ്പുറത്ത് 800 കോടിയിലധികം വരുന്ന മനുഷ്യർ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അവതരിച്ചതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം ഖുർആൻ പറയുന്നത് 14-ാം അധ്യായം 1-ാമത്തെ വചനമാണ്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. ഇരുട്ടിൽ നിന്ന് ഉജ്ജ്വലമായ തെളിമയാർന്ന ഒട്ടും ഇരുട്ട് പരക്കാത്ത വെളിച്ചമുള്ള പ്രകാശപൂരിതമായ ഒരു ലോകത്തേക്ക് മാനവകുലത്തെ നയിക്കാൻ എന്നാണ്. ഉഖ്രിജത്തിലിന്നാസ് അന്നാസ്. ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ, മതമുള്ളവനെ, ഇല്ലാത്തവനെ, ഈശ്വരവിശ്വാസിയെ, നിരീശ്വരവാദിയെ, ഭൗതികവാദിയെ, സന്ദേഹവാഹനെ എല്ലാം മനുഷ്യരെ മുഴുവനും വിളിച്ചുകൊണ്ടാണ് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം 185-ാമത്തെ വചനം. പരിശുദ്ധ റമളാനിലെ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ് ഈ വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനു വേണ്ടിയാണ്? മനുഷ്യരാശിക്ക് മുഴുവനും വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചന ഗ്രന്ഥം, മാർഗദർശന ഗ്രന്ഥം, എല്ലാ മനുഷ്യകുലത്തിനും കൃത്യമായ മാർഗദർശനം നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു ഗ്രന്ഥം. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം 9-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം എന്നുള്ള കാര്യമാണ്. തീർച്ചയായും ഈ ഗ്രന്ഥം ഏറ്റവും ഋജുവായതിലേക്ക്, ചൊവ്വായതിലേക്ക്, സത്യത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് ഖുർആൻ യാതൊരുവിധ സന്ദേഹവുമില്ലാതെ മാനവരാശിയോട് തുറന്നു പറയും. ആ ഖുർആനിലെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സബ്ജക്റ്റ്, വിശുദ്ധ ഇസ്ലാമിൻ്റെ ജീവനായ ഒരു സന്ദേശം, കോടാനുകോടി മനുഷ്യർ 14 നൂറ്റാണ്ട് കാലമായി പള്ളി മിനാരങ്ങളുള്ള എല്ലാ നാടുകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ശബ്ദം. എന്താണത് എന്നോ അതിൻ്റെ ആശയം എന്താണ് എന്നോ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളും ആ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. പള്ളി മിനാരങ്ങളിൽ നിന്ന് 5 നേരം പ്രഭാതത്തിൽ 5:30 ശേഷം ഇപ്പോൾ ബാങ്ക് കേട്ടുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യത്യസ്ത സമയങ്ങളിൽ സെക്കൻഡുകൾ പോലും വ്യത്യാസമില്ലാതെ, അമേരിക്കയിലെ ടൈമിലല്ല ഇവിടെ, കാനഡയിലോ ഓസ്ട്രേലിയയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വിറ്റ്സർലാൻഡിലോ അങ്ങനെ തുടങ്ങി ഏതേത് രാജ്യങ്ങളുടെയും 19 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉള്ള രാജ്യങ്ങൾ, അവിടങ്ങളിലെല്ലാം ഹൈന്ദവനത് കേൾക്കുന്നുണ്ട്, ക്രൈസ്തവനത് കേൾക്കുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരിത് കേൾക്കുന്നുണ്ട്, പാശ്ചാത്യരും പൗരസ്ത്യരും ഈ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കാത്ത മനുഷ്യരില്ല, ലോകമില്ല എന്ന് നമ്മൾ പഠിക്കുന്നു. എന്താണ് ഇത്? ഇതാണ് എൻ്റെ ടോപ്പിക്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ടോപ്പിക്കാണ്. ഇതെല്ലാവരും ചൊല്ലാറുണ്ട്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പള്ളികളിൽ മഗ്രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ ഉസ്താദ് പറയും അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
എന്നിട്ട് നേരെ ദർഗയിലേക്ക് പോവും, നേരെ പെരിങ്ങച്ചൂരുള്ള ദർഗയിൽ പോവും, ഉള്ളാളത്തുള്ള ദർഗയിലേക്ക് പോവും, മമ്പറഞ്ചാറത്തിലേക്ക് പോവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന ഒരാൾ ദർഗയിൽ പോവോ? ആലോചിച്ചു നോക്കിക്കേ. അറിഞ്ഞുകൂടാ, പഠിപ്പിച്ചിട്ടില്ല, മനസ്സിലാക്കി കൊടുത്തിട്ടില്ല. ഖുർആനിലൂടെ സുന്നത്തിലൂടെ ലോക ജനങ്ങളെ നന്മയിലേക്ക് നയിക്കേണ്ട ഒരു ജനപദം അത് ചെയ്തില്ല. ഈ ദുരന്തമാണ് ആധുനിക ലോകം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഖുർആനിലെ ഏതെങ്കിലും ഒരു വാചകം ബാലേന്ദ്രനോട് മറച്ചു വെക്കേണ്ടതായിട്ടില്ല, സുരേന്ദ്രനോട് മറച്ചു വെക്കേണ്ടതായിട്ടില്ല. ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു പൗരനോട് വിശുദ്ധ ഖുർആനിൻ്റെ ഏതെങ്കിലും ഒരു വാചകം മറച്ചു വെക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതെ, അതുകൊണ്ടാണ് ഈ വേദഗ്രന്ഥം മാനവരാശിക്ക് ആകമാനമുള്ള മാർഗദർശന ഗ്രന്ഥമാണ് എന്ന് പറയാൻ കാരണം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഭൗതികവാദിയായിരുന്നു, ദൈവവിശ്വാസിയായിരുന്നില്ല, ഏതെങ്കിലും ഒരു മതത്തിൽ അന്ധമായി വിശ്വസിച്ച ഒരാളേ ആയിരുന്നില്ല. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ 206-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഇത് മിറാക്കിൾ ഓഫ് ദ മിറാക്കിളാണ്. 23 കൊല്ലം കൊണ്ട് സംസ്കാരത്തിൻ്റെ 0 ഡിഗ്രിയിൽ നിന്നൊരു ജനപദത്തെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത ലോകത്തേക്ക്, ജാജ്വല്യമാനമായ ചരിത്ര രചനകൾ നടത്തുന്നിടത്തേക്ക് പ്രവാചകൻ എങ്ങനെ പരിവർത്തിപ്പിച്ചു എന്നത് മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ. അതിന് അദ്ദേഹം ഉപയോഗിച്ച ഗ്രന്ഥം ദൈവിക ഗ്രന്ഥമാണ്. പ്രാചീനമോ അർവാചീനമോ ആയ വായിക്കപ്പെട്ട അനേക ഗ്രന്ഥങ്ങൾ, ഷേക്സ്പിയറിൻ്റെ ഗ്രന്ഥങ്ങൾ, അതുപോലെ ലിയോ ടോൾസ്റ്റോയുടെ ഗ്രന്ഥങ്ങൾ, ഗിബ്ബന്റെ ഗ്രന്ഥങ്ങൾ, റോമൻ എംപയർ, ചരിത്രത്തിൻ്റെ പാഠപുസ്തകങ്ങൾ, അബ്ദുറഹ്മാൻ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ, ലോകമറിയപ്പെട്ട പല രചനകളും ലോകം വായിച്ചിട്ടുണ്ട്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, 108 സുപ്രധാനമായ ഉപനിഷത്തുക്കൾ, ഈശാവാസ്യോപനിഷത്ത്, ബൃഹദാരണ്യോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, കഠോപനിഷത്ത്, ശേതരോപനിഷത്ത്, അല്ലോകോപനിഷത്ത്, അങ്ങനെ അനേക എക്സെട്ര ഉപനിഷത്തുകൾ, മഹാഭാരതം, രാമായണം, ഇതെല്ലാം വായിക്കപ്പെടുന്ന ഒരു ലോകത്ത് തൽമൂദ്, സന്നവസ്ത്, ഓൾഡ് ടെസ്റ്റമെന്റ്, ന്യൂ ടെസ്റ്റമെന്റ്, വേദഗ്രന്ഥങ്ങൾ, ഇതെല്ലാം വായിക്കപ്പെടുന്ന ഒരു ലോകം. അവിടെയാണ് ഖുർആൻ വേറിട്ട് നിൽക്കുന്നത്. വായിക്കുക നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം വായിക്കുക. ഇറാ ഗുഹയിലെ ഇരുണ്ട ഗുഹക്കകത്തിരുന്നു കൊണ്ട് ജിബ്രീൽ എന്ന മാലാക പ്രവാചകനോട് പറഞ്ഞ ആദ്യ വാചകം വായിക്കൂ പ്രവാചകരെ എന്നാണ്. ലോകത്ത് ഇങ്ങനെ ഒരു വേദഗ്രന്ഥവും തുടങ്ങിയിട്ടില്ല. ആകാശത്തിൻ്റെ ചുവട്ടിൽ അനേക വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും വായിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വായന നിർബന്ധമാക്കിയ, പേനയുടെ പ്രാധാന്യം പഠിപ്പിച്ച, വൈജ്ഞാനികമായ വികാസത്തെക്കുറിച്ച് പഠിപ്പിച്ച ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ അനുയായികൾ, മുസ്ലിം സമുദായം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നത് ദുഃഖകരമായ ഒരവസ്ഥയാണ്. കാലക്കീലകളുടെ, പാട്ടിൻ്റെ, മൗലൂദിൻ്റെ, അതുപോലെയുള്ള പല കാലക്കീലകളുടെയും പിന്നാലെ പോകുന്ന ഒരു ജനത, മൊഹീദ്ദീൻ മാലയുടെ ഈരടികൾ മനപ്പാടമാക്കി പാടിയ ജനത, ബുർദത്തുൽ ബൂസീരി, അദ്ദേഹം 7-ാം നൂറ്റാണ്ടിൽ രചിച്ച ഇമാം ബൂസീരിയുടെ ബുർദ, അതിൻ്റെ ഈരടികൾ മനപ്പാടമാക്കിയ ഒരു ജനത, വിശുദ്ധ ഖുർആനിലെ 7 വചനമുള്ള പ്രാരംഭ പ്രാർത്ഥനയായ സൂറത്ത് ഫാത്തിഹയുടെ അർത്ഥമറിയാത്ത ഒരു ജനത, സൂറത്ത് ബഖറ എവിടെയാണ് ഇറങ്ങിയത് എന്നറിയാത്ത ജനത, സൂറത്ത് ബഖറയോ സൂറത്ത് ആൽ ഇംറാനോ സൂറത്ത് നിസാഓ സൂറത്ത് മായിദയോ സൂറത്ത് അൻആമോ സൂറത്ത് ആറാഫോ സൂറത്ത് അൻഫാലോ സൂറത്ത് തൗബയോ സൂറത്ത് യൂനുസോ സൂറത്ത് ഹൂദോ സൂറത്ത് യൂസുഫോ സൂറത്ത് റഅദോ സൂറത്ത് ഇബ്രാഹിമോ സൂറത്ത് ഹിജ്റോ സൂറത്ത് നഖ്ലോ സൂറത്ത്, അതുപോലെ തന്നെ ഇസ്രാഓ സൂറത്ത് ഖാഫോ സൂറത്ത് മറിയമോ സൂറത്ത് ത്വാഹയോ സൂറത്ത് അംബിയാഓ എന്ത് കണ്ടന്റാണ് ഉൾക്കൊള്ളുന്നത് എന്നറിയാത്ത ഒരു ജനത, സൂറത്ത് മുൽക്കിന്റെ 30 വചനങ്ങളിൽ ആകാശഭൂമികളുടെ തമ്പുരാൻ എന്താണ് പറഞ്ഞത് എന്നറിയാത്ത ഒരു ജനത, സൂറത്ത് തലാഖിന്റെ കണ്ടന്റ് എന്താണെന്നറിയാത്ത ഒരു ജനത, സൂറത്ത് മുജാദല 58 അതിന്റെ വചനങ്ങൾ എന്താ പറയുന്നത് എന്നറിയാത്ത ഒരു ജനത, സൂറത്ത് റൂം 30-ാം അധ്യായം റോമാ സാമ്രാജ്യത്തിന്റെ പതനത്തെക്കുറിച്ച് പ്രവചിച്ച അധ്യായമാണത് എന്നറിയാത്ത ജനത, സൂറത്ത് നിസാ സഹോദരിമാരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമഗ്രമായി അവതരിപ്പിച്ച ഒരധ്യായമാണ് എന്നറിയാത്ത ജനത, സൂറത്ത് ഫീൽ എന്താ, കഅബാലയത്തിന്റെ അടുത്ത്, ആരാധനാലയത്തിന്റെ പരിസരത്ത് ആനയെ കൊണ്ടുവന്നത് അള്ളാഹ്ക്ക് ഇഷ്ടായില്ല. എന്നിട്ടും ഇന്ന് മുസ്ലിങ്ങളുടെ ദേവാലയങ്ങളിൽ
നേർച്ചയെന്ന തോന്നിയാസത്തിന്റെ പേരിൽ ആനകൾ എഴുന്നള്ളി ആന അരങ്ങ് തകർക്കുന്ന ഒരു രംഗം. കാബത്തിന്റെ നേരെ അബ്രത്ത് ആനയും കൊണ്ടുവന്നപ്പോ ഫജാലഹും കാസ്ഫിൻ മൗകൂൽ, തിന്നിട്ട മൈക്കോൽ കൂട്ടങ്ങളെ പോലെ മസ്ജിദിന്റെ പരിസരത്ത് വരേണ്ട, അവിടെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട ഒരു ജീവിയെ അല്ല ആന എന്ന് പഠിപ്പിച്ചിരുന്നു 1400 വർഷങ്ങൾക്ക് മുമ്പ്. അത് പഠിക്കാത്ത ജനത സൂറത്ത് ബയ്യിനയിൽ എന്താണ് ദീൻ എന്ന് പഠിപ്പിക്കുന്നുണ്ട്. 5-ാമത്തെ വചനം അത് വായിച്ചിട്ടില്ലാത്ത ഒരു ജനത സൂറത്ത് യാസീൻ മരിച്ചവർക്കല്ല ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാൻ ലിയുൻസിറ മൻ കാന ഹയ്യൻ വയഹീകൽ ഖൗലു അലൽ കാഫിരീൻ എന്ന 36-ലെ 70-ാമത്തെ വചനം ജീവിച്ചിരിക്കുന്നവർക്ക് ഓതിക്കൊടുക്കാനുള്ളതാണ്, മരിച്ചയിടത്ത് ഖബറിസ്ഥാനിൽ ഖത്തം തീർക്കാനുള്ളതല്ല എന്നല്ല പഠിപ്പിച്ച വചനം അറിയാത്ത ഒരു ജനത. വശംസു തജ്രീ ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ഒരു നിശ്ചിത സമയത്തിന്റെ കൃത്യമായ പദമേഖലകളിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്നു എന്ന് യാസീനിലെ 38-ൽ പറഞ്ഞിരിക്കുന്നു എന്നതറിയാത്ത ജനത. ജീവനോടെ പെൺകുട്ടികളെ കുഴിച്ചു മൂടല്ലേ എന്ന് 81-ാം അധ്യായം 8-9 എന്തു പറയുന്നു എന്നറിയാത്ത ഒരു ജനത. അർരിജാലു ഖവ്വാമൂന അലൽ നിസാ, സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താവാണ് ഭർത്താവ് എന്ന് പഠിപ്പിക്കുകയും വബിമാ അൻഫഖു മിൻ അംവാലിഹിം, അവനാണ് ചെലവഴിക്കാനുള്ള ബാധ്യത എന്ന് പഠിപ്പിച്ച സൂറത്ത് നിസായിലെ 34 അറിയാത്ത ജനത. അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ, അവനിൽ ഒന്നിലും പങ്കു ചേർക്കരുതേ, അങ്ങനെ പറയൂ നബിയെ എന്ന് 71-ാം അധ്യായം 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിച്ചു എന്ന് അറിയാത്ത ജനത. മലക്കിനോട്, ജിന്നിനോട്, ഇൻസിനോട്, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന ദുആ നിർവഹിച്ചാൽ അവന് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പഠിപ്പിച്ച 5-ാം അധ്യായത്തിന്റെ 72-ാമത്തെ അർത്ഥമറിയാത്ത ജനത. നിങ്ങൾ ശിർക്ക് ചെയ്താൽ സകലമാന ഹജ്ജും ഉംറയും നമസ്കാരവും സദഖയും സക്കാത്തും എല്ലാം നശിച്ചു പോകും, ഒന്നും പരിഗണിക്കപ്പെടില്ല എന്ന് 39-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് എന്നറിയാത്ത ജനത. അങ്ങ് കടലിൽ കപ്പൽ മുങ്ങുമ്പോൾ എല്ലാ ഔലിയാക്കളെയും ഉപേക്ഷിച്ച് റബ്ബിനെ മാത്രമേ മക്കയിലെ മുശ്രിക്കുകൾ പോലും വിളിച്ചിട്ടുള്ളൂ എന്ന ഖുർആനിന്റെ 31-ാം അധ്യായം 32-ാമത്തെ വചനം 29-ാം അധ്യായം 65-ാമത്തെ വചനം ജീവിതത്തിൽ ഒരിക്കൽ പോലും ഓതിയിട്ടില്ലാത്ത ജനത. അള്ളാഹുവിനെ പറ്റി മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ ചില ആളുകൾക്ക് ദേഷ്യം പിടിക്കും, വെറളി പൂളും. അള്ളാഹിന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ പറഞ്ഞാൽ അവർക്ക് ഹാപ്പിയാകും, ഏപ്പികൾക്ക് ഹാപ്പിയാകും എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് 39-ാം അധ്യായം 45-ൽ പറഞ്ഞത് അറിയാത്ത ജനത. ജിഹാദിന്റെ പ്രാധാന്യം പഠിപ്പിച്ച ജനത, നഫ്സിനോടുള്ള ജിഹാദിനെ പറ്റി പഠിപ്പിച്ച ജനത. ഖുർആൻ കൊണ്ട് ജിഹാദ് ഉണ്ടെന്ന് 25-ാം അധ്യായം 52-ൽ പറഞ്ഞപ്പോൾ അത് വായിച്ചിട്ടില്ലാത്ത ജനത. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കല്ലേ എന്ന് ഖുർആനിന്റെ 83-ലെ 1 മുതൽ 6 വരെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാത്ത കച്ചവടക്കാരനായ മുസ്ലിം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാ, മാതാപിതാക്കളോട് ചേ എന്ന് പറയരുതേ 17-ാം അധ്യായം 23-ൽ പറഞ്ഞിട്ടുണ്ട് എന്നറിയാത്ത ജനത. വഖൂലു ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കണേ 2-ാം അധ്യായം 83-ൽ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാത്ത ജനത. ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും നമസ്കരിക്കേണ്ടതിന് പ്രാധാന്യം പഠിപ്പിച്ച് മുഅ്മിനീങ്ങൾക്കത് നിർബന്ധ ബാധ്യതയാണ് 23-ാം അധ്യായം 1-2 വചനങ്ങളിൽ പഠിപ്പിച്ചത് അറിയാത്ത ജനത. ജീവിതത്തിൽ സക്കാത്ത് കൊടുക്കണമെന്ന് 32 സ്ഥലത്ത് പറഞ്ഞപ്പോൾ 28 സ്ഥലത്ത് നമസ്കാരത്തിന്റെ കൂടെയാണ് സക്കാത്ത്. വാഖീമുസ്സലാ വആതുസ്സക്കാ എന്ന് പറഞ്ഞത് അറിയാത്ത ജനത. 10 പവൻ സ്വർണമുണ്ടായാൽ അത് കൊടുക്കൽ നിർബന്ധമാണെന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷയാണെന്നും ഇസ്ലാമിക ലോകം ഇന്നോളം സ്വീകരിച്ചിട്ട് സിംസാറുൽ ഹഖ് ഉദവി എന്ന് പറയുന്ന പണ്ഡിതന് അത് മനസ്സിലാകാതെ പോയി. 200, 300, 400, 500, 1000 കിലോ സ്വർണം ഞാൻ അടുത്ത കൊല്ലം ഉപയോഗിക്കുന്ന ഒരു പെണ്ണ് നിയ്യത്ത് വെച്ചാൽ അതിന് സക്കാത്തില്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മടയൻ അങ്ങനെ തുടങ്ങി. വിശുദ്ധ ഖുർആനിന്റെ കണ്ടന്റ് എന്താണെന്ന്, വിശുദ്ധ ഖുർആൻ ആധുനിക ലോകത്തോട് പറഞ്ഞതെന്താണെന്ന്, വിശുദ്ധ ഖുർആൻ ആകാശത്തെ കുറിച്ച് പറഞ്ഞതെന്താണെന്ന്, വിശുദ്ധ ഖുർആൻ സൂര്യചന്ദ്രന്മാരെ കുറിച്ച് പറഞ്ഞതെന്താണെന്നറിയാത്ത, ആസ്ട്രോണമിയെ കുറിച്ച്, സുവോളജിയെ കുറിച്ച്, അനാട്ടമിയെ കുറിച്ച്, എംബ്രിയോളജിയെ കുറിച്ച് ലോകത്ത് ഇത്ര ശക്തമായി പറഞ്ഞ ഒരു ദൈവിക ഗ്രന്ഥം കയ്യിലേന്തിയിട്ട് ഉജ്ജ്വലമായ ഒരു ചരിത്രം സൃഷ്ടിക്കേണ്ട ജനത അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി സുഖലോലുപരായി എന്ന രൂപത്തിൽ ജീവിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ജനത. ആ ജനതയുടെ മുമ്പിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. ശ്രദ്ധിക്കണം. ഇത്രയും പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചാലും
നിങ്ങൾക്ക് കിട്ടണ്ടോ കയ്യിലുണ്ട്. ഇവിടെ വെച്ച് പ്രസംഗം നിന്നുപോയാലും നിങ്ങൾക്ക് കിട്ടണ്ടോ അതിലുണ്ട്. അതാണ് അള്ളാഹിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത. വേറൊന്നും പറയണ്ട, ഒരാളോ ഉദരനും പറയണ്ട. അള്ളാഹിൻ്റെ ഗ്രന്ഥം, റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്, ഇതാണ് നമ്മുടെ പ്രത്യേകത. നോക്കിക്കോ, ഇത് അവസാനിക്കണവരെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഇത്രയേറെ ആയത്ത് കേൾക്കുന്നതെന്ന് ഞാൻ വെല്ലുവിളിയായി പറയുന്നു. എങ്ങനെ ഈ നാട് രൂപപ്പെട്ടതിന് ശേഷം, നിങ്ങളൊക്കെ ഇവിടെ വീട് വെച്ച് ജീവിച്ചതിന് ശേഷം, ഇവിടെ ഒക്കെ പള്ളി ഉണ്ടായതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ ഖുർആനിക വചനം ഇന്നത്തെ പോലെ മുമ്പ് കേട്ടിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെയുള്ള ഒരു ദിനമാണിന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൻ്റെ ലാ ഇലാഹ എല്ലാവർക്കും, ഭാസ്കരേട്ടൻ കേൾക്കണ്ടേ, അയാൾക്ക് സുമതി ചേച്ചി കേൾക്കണ്ടേ, അവരൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരാരാധ്യനും ഇല്ല, ഇല്ലല്ലാ, പ്രപഞ്ചത്തിൻ്റെ നാഥനല്ലാതെ, അൽ ഇലാഹല്ലാതെ. അതാണ് അല്ലാഹ് എന്ന് പറഞ്ഞാൽ. അൽ ഇലാഹ് സാക്ഷാൽ ആരാധ്യൻ. അത് മനസ്സിലാക്കണം, കേട്ടാ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടാ പോരാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വ്യക്തി പഠിച്ച് മനസ്സിലാക്കണം എന്നാണ് അല്ലാഹ് പറഞ്ഞു. 2 ഖുർആനിക വചനം ഞാൻ പറയാം. 2 ഖുർആനിക വചനം. ആ ഖുർആനിക വചനം ഫഅലം, നീ അറിയണം. അപ്പോൾ നീ അറിയണം എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ അറിയണം, എന്തറിയണം? അല്ലാതെ ആരാധനക്കർഹനില്ലെന്നത് സുബൈറേ നീ അറിയണം. നാട്ടുകാർ ബാങ്ക് കൊടുത്തിട്ട് കേട്ടാ പോരാ, നീ കേട്ടാ പോരാ. വലിയ യസ്മഊന്നല്ല, വലിയ അലമൂന. നീ അറിയണം, നീ പഠിക്കണം. അല്ലാത്ത ഒരാരാധ്യനും ഒരു മലക്കും 600 ചിറകുണ്ട് ജിബ്രീലിന്. ഒരു നാട് നമ്മൾ പൊറാട്ട ചട്ടിന്ന് എടുക്കൂലേ, പൊറാട്ട കല്ലുമെന്ന് പൊറാട്ട ഇങ്ങനെ എടുത്തിനിങ്ങനെ അടിക്കൂലേ, അങ്ങനെ ഒരു ചിറക് കൊണ്ട് ഒരു നാടിനെ അടിച്ച് തൂഫാനാക്കി കളഞ്ഞ മലക്കാണ് ജിബ്രീൽ. ആ ജിബ്രീലിനെ പോലും ആരാധിക്കാൻ പറ്റില്ല. ജിബ്രീൽ മരിച്ചിട്ടില്ലല്ലോ, ജിബ്രീലിനെ വിളിക്കാവോ? പാടില്ല എന്നാണ് ഇസ്ലാം പറയുന്നത്. ഇബാദത്തിന്റെ പരിധിയിൽ പെടുന്ന ഒരു വിളിയും ജിന്നിനോടാകട്ടെ, മലക്കിനോടാകട്ടെ, ഇൻസിനോടാകട്ടെ പാടില്ല. ഒരു മലക്ക് മരിച്ചു എന്നുള്ള വിവരം നമുക്ക് കിട്ടി. പിന്നെ അദ്ദേഹത്തിന്റെ കഴിവിൽപ്പെട്ട കാര്യം പോലും അദ്ദേഹം കൊണ്ടുതരും നമ്മൾ വിശ്വസിക്കുന്നില്ല. മനസ്സിലായോ? ഒരു ജിന്ന് മരിച്ചു, ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ജിന്ന് മരിച്ചു. ഒരർത്ഥത്തിലും അതിന്റെ കേൾവി, കാഴ്ച, കഴിവ് എല്ലാം അവിടെ അവസാനിച്ചു. ഇവിടെ നമ്മൾ പലപ്പോഴും ജിന്ന്, മലക്ക് എന്ന് പറയുമ്പോൾ മരണം കണക്കാക്കുന്നില്ല. അതൊരു വിഷയമാണ്, പഠിക്കേണ്ടതുമാണ്. ഇൻസും ജിന്നും സെപ്പറേറ്റ് പഠിക്കണം, മലക്കുകളത് വേറെ. അതവിടെ കട്ടെ. ഇവിടെ അല്ലാഹ് പറയുന്നത് ഖുർആനിലും 47-ാം അധ്യായം സൂറത്ത് മുഹമ്മദ്, ശരിക്കും നോട്ട് ചെയ്തോളൂ, 19-ാമത്തെ വചന നമ്മുടെ ടോപ്പിക്കിന്റെ കണ്ടന്റ് ആണ് പറയുന്നത്. ഫഅലം, അപ്പോൾ നിങ്ങൾ അറിയണം എന്ത്? അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ടോ വസ്തഗ്ഫിറൂ ലിദുനൂബിക് വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വല്ലാഹു യഅലമു മുതകല്ലബകും വമസ്വാകും. വല്ലാത്തൊരു ഇങ്ങനെ ടൂടുന്ന ആയത്താ സൂറത്ത് മുഹമ്മദിന്റെ ഒരു പ്രത്യേകത അതാ. എല്ലാ കാര്യം അങ്ങനെ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അങ്ങനെ അധ്യായം അവസാനിക്കുന്നത്. സൂറത്ത് മുഹമ്മദിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. 47-ാം അധ്യായം. ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ദൈവവുമില്ലെന്ന് നീ മനസ്സിലാക്കുക, നീ ഉൾക്കൊള്ളുക, നീ പഠിക്കുക. ഇവിടെ സാധാരണ അഫ്ളൽ ദിക്ർ എന്താന്ന് പോലും അറിയില്ല. അർത്ഥം അറിയാത്ത മുസ്ലിങ്ങളുണ്ട്, തൊപ്പിട്ട മുസ്ലിങ്ങളുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാത്ത. പിന്നെ നിങ്ങൾക്ക് എന്ത് കേൾക്കണം? എത്ര കാലമായി ഈ ദീനുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കണം. ആദ്യം നിഷേധമാണ്. ഒരാൾ മുസ്ലിം ആകുന്ന ആദ്യം നിഷേധ സ്വഭാവം ഉണ്ടാവുമ്പോ, എന്നിട്ട് അനുസരണം ഉണ്ടാകുമ്പോഴാ. എന്താ നിഷേധിക്കേണ്ടത്? നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കണം, അല്ലാതെ സ്വഹിയായ ഹദീസ് നിഷേധിക്കുന്നതിനെ കുറിച്ചല്ല. പിന്നെ ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. യേശു ക്രിസ്തു ആരാധിക്കാൻ പാടില്ല. ഇസ്ലാമിൻ്റെ വിശ്വാസം കേട്ടോ, ക്രിസ്ത്യാനികൾക്കാവാം, അത് അവരുടെ ഇഷ്ടമാണ്. ശ്രീരാമൻ ഇസ്ലാമിക വിശ്വാസപ്രകാരം ആരാധിക്കാൻ പാടില്ല, വേദഗ്രന്ഥപ്രകാരവും പാടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ വശം. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. വേദഗ്രന്ഥപ്രകാരവും പാടില്ല. ശ്രീകൃഷ്ണൻ ആരാധിക്കാൻ പാടില്ല വേദഗ്രന്ഥപ്രകാരം. ഇസ്ലാമിക വേദം എല്ലാം പറയുന്നത് ഹൈന്ദവ വേദപ്രകാരം. അത് ഞാനിവിടെ ഉദ്ധരിക്കും, നിങ്ങൾക്ക് പരിശോധിക്കാം.
അധ്യായം പറയും, വചനം പറയും. കൊട്ടക്കണക്കല്ല, കൃത്യമായിരിക്കും. ഒറ്റ തെറ്റും ഉണ്ടാവില്ല അതിൽ, ഉറപ്പിച്ചോളൂ ഇൻഷാ അല്ലാഹ്. അത്ര പഠിച്ചിട്ടാണ് ഞാനിന്ന് ഇങ്ങോട്ട് വന്നത്. ആ നിലക്കാണ് ഇന്ന് വിഷയം അവതരിപ്പിക്കുന്നത്. സഹോദര ആലോചിക്ക്. ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു അറിവാണ്. സൂറത്ത് ഇബ്രാഹിം അടുത്ത വാചകമാണ്, 14-ാം അധ്യായം 52-ാമത്തെ വചനം. 52 വചനേ ഉള്ളൂ സൂറത്ത് ഇബ്രാഹിമിൽ. സൂറത്ത് ഇബ്രാഹിമിൽ 14-ാമത്തെ അധ്യായം 52 വചനം. അതോടുകൂടെ അധ്യായം കഴിയും. അധ്യായത്തിന്റെ തുടക്കം ഞാൻ ഓതി തന്നു. സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ വചനം. അതെന്താണ്? ലോക ജനങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന ഗ്രന്ഥം. അതാണ് അധ്യായത്തിന്റെ തുടക്കം. ആ അധ്യായത്തിന്റെ അവസാനം എന്താ? തുടങ്ങിയ അന്നാസിലാണ്, അവസാനിക്കുന്ന അന്നാസിലാണ്. എന്താ പറയണേ? ഇത് ജനങ്ങൾക്കുള്ള ഒരു എത്തിക്കലാണ്, ബലാണ്. ഇതുകൊണ്ട് അവരെ താക്കീത് ചെയ്യലാണ്, മനസ്സിലാക്കി കൊടുക്കലാണ്. വലിയാലമോ അവരറിയലാണ്, അവർ ഉൾക്കൊള്ളലാണ്, അവർ പഠിക്കലാണ്, അവർ മനസ്സിലാക്കലാണ്. അന്നമാ ഇലാഹും വാഹിദ്, അവരുടെ ആരാധ്യൻ ഏകാരാധ്യനാണെന്ന്. ലോക ജനങ്ങളോട്, നമ്മുടെ അയൽവാസിയായ മാധവി ചേച്ചിയോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പറയാൻ. ഉക്കാലയില്, ദുൽമജാസില്, മജന്നായില് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം എന്താ? ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് ജയിക്കാം. അറബ് നിങ്ങൾക്ക് കീഴ്പ്പെടും, അനറബ് നിങ്ങൾക്ക് കീഴ്പ്പെടുന്നതാണ്. ലോകത്തെ മുഴുവനും മനുഷ്യന്റെ ഹൃദയത്തെ കീഴ്പ്പെടുത്തുന്ന അപാരമായ ഒരു ശബ്ദമാണ്. ഇസ്ലാമിക വിശ്വാസ പ്രകാരം കല്ലും മുള്ളും മുരടും മൂർക്കൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും സൗരയൂഥങ്ങളും അതുപോലെ പാമ്പും പുലിയും സിംഹവും തേളും കടുവയും എലിയും പശു ഒന്നും ആരാധിക്കപ്പെട്ടുകൂടാ. മലക്കാരാധിക്കപ്പെട്ടുകൂടാ, ജിന്നാരാധിക്കപ്പെട്ടുകൂടാ, ഔലിയാക്കൾ ആരാധിക്കപ്പെട്ടുകൂടാ, ദർഗ പൂജ ചെയ്തുകൂടാ. സൃഷ്ടിയാണോ? ആ സൃഷ്ടിയൊന്നും ആരാധിക്കപ്പെട്ടുകൂടാ. ഈശാ വാസ്യോപനിഷത്ത് എന്ന് പേരുള്ള ഒരു ഉപനിഷത്തുണ്ട്. ഈശാ വാസ്യോപനിഷത്ത് 12-ാമത്തെ ശ്ലോകം. എന്താ പറയണ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സൃഷ്ടികളിൽ ഒരാളെയും ആരാധിക്കരുത് സൃഷ്ടാവിനെ അല്ലാതെ. അത് പറയാണ് ഈശാവാസ്യോപനിഷത്ത്. ബാല മോനെ ജോർജെ ചിന്തിക്ക്. വേദഗ്രന്ഥം പറയാണെന്ത്? അന്തം തമഹ പ്രഭിശന്തിയേ സംഭൂദ്യമുപാസതേ തദോഭൂയൈവദേ യഹുസംഭൂദ്യാം രദഃ. ഈശാവാസ്യോപനിഷത്തിന്റെ 12-ാമത്തെ ശ്ലോക. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഘോരാന്ധകാരമായ നരകത്ത് പോവും. എങ്ങനെ? എന്ത്? ഘോരാന്ധകാരമായ നരകത്ത് പോവും. ആര്? സൃഷ്ടാവിനെയല്ലാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും. പശുവിനെ ആരാധിച്ചാൽ നരകത്ത് പോകുന്നതാണ് ഹൈന്ദവ വേദഗ്രന്ഥത്തിലുള്ളത്. ഞങ്ങൾ വായിച്ചു, ഞങ്ങളത് എല്ലാ സ്ഥലത്തും ജനങ്ങളോട് പറയുന്നു. അമ്പലത്തിൽ പോയിട്ട് ദേവീദേവനെ ആരാധിക്കുന്നവരോട് കെ പരമേശ്വരൻ പിള്ള എഴുതിയൊരു പുസ്തകമുണ്ട്. കെ പരമേശ്വരൻ പിള്ള ഹിന്ദുധർമ്മ പരിചയം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിന്ദുധർമ്മ പരിചയം. ശ്രീരാമകൃഷ്ണ മഠം, പുറനാട്ടുകര, തൃശൂർ. അത് മേൽവിലാസമാണ്. ആ ഗ്രന്ഥത്തിന്റെ 21-ാമത്തെ അധ്യായം 148-ാമത്തെ പേജ്. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. ഹിന്ദുധർമ്മ പരിചയം എഴുതിയത് കെ പരമേശ്വരൻ പിള്ള. അധ്യായം 21, പേജ് 148, പാരഗ്രാഫ് 2, 1-2 വരി. ഇനി ഞാൻ പറയട്ടില്ലല്ലോ, നെറ്റിൽ അടിച്ചു നോക്കി ആ പുസ്തകം കിട്ടും. ഇപ്പൊ നോക്കിയാൽ മതി. ആ പുസ്തകത്തിൽ എന്താ പറയുന്നറിയോ? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല. എന്താണ്? ഒരു ദേവിക്കും ഒരു ദേവനും സ്വന്തമായി കഴിവില്ല.
സാക്ഷാൽ പ്രപഞ്ചനാഥൻ കഴിവ് കൊടുത്താലല്ലാതെ ഒരു പുൽക്കൊടി നീക്കാൻ സാധ്യമല്ല. ഓ, സമസ്തക്കാര് ശരിക്ക് കേൾക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. സമസ്തക്കാരെ, നിങ്ങൾക്ക് എന്തൊരു വാദമാണോ ഉള്ളത്, അതേ വാദാണ് ഹൈന്ദവ സഹോദരങ്ങൾക്കുള്ളത്. എന്ത്? ഒരൗലിയായിനും ഒരംബിയായിനും സ്വന്തമായി കഴിവില്ല, സാക്ഷാൽ അല്ല കഴിവ് കൊടുത്താലല്ലാതെ. ഇതേ വാചകം, ഇതേ ആശയം ഹിന്ദുധർമ്മ പരിചയത്തിൽ എങ്ങനെ വന്നു? അഥവാ ഹിന്ദുധർമ്മ പരിചയത്തിലുള്ള ആ വിശ്വാസം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വന്നു? മൊയ്തീൻ ശൈഖിനെ സ്വന്തമായി കഴിവില്ല. കെ പരമേശ്വരമുള്ള പറയുന്നു, ഒരു ദേവനും ഒരു ദേവിക്കും സ്വന്തമായി കഴിവില്ല, ഒരു പുല്ല് നീക്കാൻ പോലും കഴിവില്ല, സാക്ഷാൽ പ്രപഞ്ചനാഥൻ കൊടുത്താലല്ലാതെ. ആ പ്രപഞ്ചനാഥനെ കുറിച്ച് ഋഗ്വേദം 10-ാം മണ്ഡലം 121-ാമത്തെ സൂക്തം 1-ാമത്തെ ഋക്കിൽ പറയുന്നത് എന്താ? ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ബുധസ്യ ജാതപതിരേക ആസീത് സദാധാര പൃഥ്വിയും ദ്യാമുദേവായ കശ്മൈ ദേവായ ഹവിഷാവിദേമാം. ഈ അണ്ടകടാഹത്തെ മുഴുവനും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ സൂര്യനെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, ഗാലക്സികളെ, കാട്ടാറുകളെ, കാനനങ്ങളെ, അതുപോലെ എല്ലാറ്റിനെയും സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ നാഥൻ, ഇരുട്ടും വെളിച്ചവും നൽകിയ നാഥൻ, ആ നാഥനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ഋഗ്വേദം ബൈബിളിലെ മാർക്കോസിലെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, ഷെമ്മ ഇസ്രായേല അഡോണായ് എലോഹിൻ അഡോണായ് യഹ്. ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷയിൽ പറയാണ് ഷെമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ കേൾക്കുക, വത്സ സൗമിത്രേ കുമാര, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുടെ വാക്കുകൾ. ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞ യേശു ക്രിസ്തു അനുയായികളോട് പറഞ്ഞു, ഷെമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ കേൾക്കുക, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ളുരിബ മസലും ഫസ്തമിഊ ലഹു, ഒരു ഉദാഹരണം ഇതാ പറയുന്നു, ഫസ്തമിഊ ലഹു, ശ്രദ്ധിച്ച് കേൾക്കണേ. ഖുർആന്റെ 22-ാം അധ്യായം 73, ഖുർആന്റെ 39-ാം അധ്യായം 17-18, ശ്രദ്ധിച്ച് കേൾക്കാൻ. ഇനിയോ മഹാഭാരതത്തിന്റെ ഭഗവത്ഗീതയുടെ തുടക്കമോ, ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അർജുനനെ വിളിച്ചിട്ട് പറയുന്നത്, നീ എന്റെ വാചകം ശ്രദ്ധിച്ച് കേൾക്കണം എന്നാ. എല്ലാരും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ. ഷെമ്മ ഇസ്രായേല, ഇസ്രായേൽ സമൂഹമേ ശ്രദ്ധിച്ചു കേട്ടോ. അഡോണായ് എലോഹിൻ അഡോണായ് യഹ്, യഹ് അഹദ് അഹദ് ഏകം സത് ബഹുദ വിപ്രാവദന്തി, യോ ദേവാ നാം നാമദാ ഏകേവ ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം. എത്ര വ്യക്തമാണ്! ഏകം മേഘം ത്വമേകം ജഗത്കർത്തൃ പാതൃപ്രകൃതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം. 5 തവണയാണ് ഏകൻ. ദൈവം ഏകനാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല, ഇല്ലല്ലാ, വഹദായ ഏകനായ അല്ലയല്ലാതെ, അവന്റെ വഹദാനിയത്ത് അതാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഹിന്ദുവിനെ, മുസ്ലിമിനെ, ക്രിസ്ത്യാനിയെ, ജൈനനെ, ബൗദ്ധനെ എല്ലാരെയും സൃഷ്ടിച്ച ഒരു ദൈവാണെന്നും ആ ദൈവത്തെ ആരാധിക്കാൻ പാടുള്ളൂന്നും മാനവകുലം ഒരു തറവാട്ടിലെ അംഗങ്ങളാണ് എന്നും അല്ലേ? ഇന്നഹാദിഹി ഉമ്മത്തുകും ഉമ്മതൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. സൂറത്ത് മുഅ്മിനൂൻ 52-ാമത്തെ വചനം. തീർച്ചയായും നിങ്ങളുടെ സമുദായം ഒരേക സമുദായമാണ്, മാനവകുലം. അതേ ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവനത്രയം, ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം. ഒരച്ഛനമ്മമാർക്ക് പിറന്ന മക്കൾ, ഓർത്താലൊരൊറ്റ തറവാട്ടുകാർ നാം. നാഥന്റെ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കും തന്മുന്തിരിക്കൊത്ത മനുഷ്യവർഗം. കനന്നാസു ഉമ്മതൻ വാഹിദ. സൂറത്ത് ബഖറ 213. മാനവകുലം ഒരച്ഛൻ്റെ അമ്മയുടെ മക്കൾ, ഒറ്റ തറവാട്ടുകാർ, ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണ് നമ്മൾ. മനസ്സിലായോ? ഇസ്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹയിലൂടെ മാനവകുലത്തെ ഒന്നിപ്പിച്ചു. മനസ്സിലായില്ലേ? ബാങ്ക് വിളിച്ചു പറയുമ്പോൾ എന്താ പറയണത്? ബാങ്ക് ഉറക്കം കൊടുക്കാൻ പാടില്ല. ബാങ്കിനെ പോലെ ഉറക്കം കൊടുക്കാൻ പറ്റിയ ഒന്നും ലോകത്തില്ല, ഇന്ത്യയിൽ ഒട്ടുമില്ല.
ബാങ്കിലെ വാചകം ബാലനെ ബാധിക്കുന്ന വിഷയമാണ്, സുരേന്ദ്രനെ ബാധിക്കുന്ന വിഷയമാണ്, ആമിനയെയും ആയിഷയും ബാധിക്കുന്ന വിഷയമാണ്. അത് അറബിയിലാണെന്നുള്ളത് കൊണ്ട് ഭാഷ പഠിച്ചുകൂടാന്നൊന്നുമില്ല. ഉറുദു പഠിച്ചില്ലേ, ഹീബ്രു പഠിച്ചില്ലേ, സംസ്കൃതം പഠിച്ചില്ലേ, മുസ്ലിങ്ങളോട് പഠിക്കില്ലേ? ഇല്ലേ? എല്ലാ മതഗ്രന്ഥങ്ങളുടെ ഭാഷയും മുസ്ലിങ്ങൾ പഠിച്ച പോലെ വേറെ ആരാ പഠിച്ചത്? അവർ പഠിച്ചില്ലേ? എണ്ണപ്പെട്ട പണ്ഡിതന്മാരെങ്കിലും അതിലുണ്ടായില്ലേ? കേരളത്തിലുണ്ടായില്ലേ? ഇന്ത്യയിലുണ്ടായില്ലേ? ലോകത്തുണ്ടായില്ലേ? എന്തുകൊണ്ട്? പഠിക്കേണ്ട ബാധ്യതയുണ്ട്. ഭാഷ പടച്ചോ നിർമ്മിച്ചതാണ്. അത് മനുഷ്യർക്ക് പരസ്പരം തിരിച്ചറിയാനാ. അതാ വിശുദ്ധ ഖുർആന്റെ 30-ാം അധ്യായം 22 പറഞ്ഞത്. എല്ലാ ഭാഷയും അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ 2 ഖുർആനിക വചനം ഞാൻ പറഞ്ഞു. അള്ളയാണ് ആരാധനക്കർഹൻ, അതാണ് മനസ്സിലാക്കേണ്ടത്. 3-ാമത്തേത് സൂറത്ത് ആൽ ഇംറാനാണ്. ശരിക്കും ശ്രദ്ധിച്ച് ഓരോരുത്തരും കേട്ടോളൂ. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികതു വഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഇതൊന്നും ഞാൻ ഒന്നുകൂടി പറയട്ടോ. ഞാനിപ്പോൾ യോധിയ 3 ആയത്തില്ലേ, കാന്തവരൻ ജീവിതത്തിലൊരിക്കലും പബ്ലിക്കിൽ ഉദ്ധരിച്ചിട്ടില്ല. ഇയാൾക്ക് എന്താ അത്ര ധൈര്യം? എനിക്ക് അത്രയും ധൈര്യമാണ്. APക്ക് സുന്നിലെയും 3 ആയത്ത് ഉദ്ധരിച്ചിട്ടേ ലന്ന് വരെ കേരളത്തിൽ 100 കൊല്ലമായിട്ട്. നിങ്ങൾക്ക് ഇത്ര ഉറപ്പ്? എനിക്ക് അത്ര ഉറപ്പാണ്. ഉറപ്പില്ലാത്ത ഞാൻ പറയില്ല. ജീവിതത്തിൽ മൊത്തം 100 ആയത്ത് കാന്തപുരത്തിൻ്റെ ആയുസ്സിൽ മൊത്തത്തിൽ ഓതിയിട്ടില്ല മുമ്പ്. പിന്നല്ല ബാക്കിയുള്ള കാര്യം നടക്കട്ടെ. അതെന്തോ ഓതാത്ത വെറുന്നല്ല, അതുമായിട്ട് വലിയ ബന്ധമല്ല. അത് തന്നെ. അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമൊന്നും പിടിക്കരുത്. പച്ച സത്യം പറഞ്ഞ്, ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾ പരിശോധിച്ചോ. നിങ്ങൾ കാന്തപുരത്തിൻ്റെ എന്നോളുള്ള പ്രസംഗം എടുത്തോ. ഞാൻ ഒറ്റ ദിവസം ചെയ്ത പ്രസംഗത്തിലെ ആയത്തയാൾ ആയുസ്സിൽ മൊത്തത്തിൽ ഓതിയിട്ടില്ല. വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോ. 1 കോടി ഉറുപ്പ്യ തരും ഞാൻ ആയുസ്സിനിടയിൽ. നിങ്ങൾ ചിന്തിച്ചോളി. അങ്ങനെ ഉറപ്പെന്താ? ആ പ്രസംഗം മുഴുവൻ കേട്ടോണ്ടുള്ള ഉറപ്പാ. കേൾക്കാത്ത വല്ല മ്യൂസിയത്തിലുണ്ടെങ്കിൽ ഞാൻ ആളല്ല. കേൾക്കുന്നത്, കിട്ടാവുന്നത്. പേരോടിൻ്റെ അടുത്തോ കേരളക്കരയിൽ ആകെ ആയത്ത് 1-2 അധികം ഓതുന്ന ഒരാളൊന്ന് പേരോടാണ്, പിന്നൊന്ന് റഹ്മത്തുള്ള കാസിമിയാണ്. ഞാൻ അതിനെ എതിർക്കില്ല. 2 ഓതലുണ്ട്, ദുർവ്യാഖ്യാനിക്കലാണ്. ഓതുന്ന ആളെ പറ്റി പറഞ്ഞതാണ് 2 അവങ്ങൾ ശ്രദ്ധിച്ചോ. പേരോടോത് എത്ര ആയത്ത് ജീവിതത്തിൽ കാന്തവർ ഓതിയിട്ടില്ല. നിങ്ങൾ ചിന്തിച്ചാൽ വെറുതെ പറയുന്നതല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. തെളിവാ പറയുന്നത്. ഇവിടെ എന്താ അല്ല പറയുന്നത്? സൂറത്ത് ആൽ ഇംറാനിൽ ഷഹിദല്ലാഹു, അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. എന്ത്? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. പിന്നെയോ മലക്കുകൾ മുഴുവനും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അല്ലല്ലാതെ ആരാധനക്കർഹനില്ല. വഉലുൽ ഇൽമി, ഇൽമുള്ളവർ മുഴുവനും ഖായിമൻ ബിൽ ഖിസ്ത്, അവർ നീതി നിർവഹിക്കുന്നവരത്രേ. അല്ലാഹു, മലക്കുകളും അറിവുള്ളവരും അല്ല മാത്രാണ് ആരാധനക്കർഹൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലല്ലാത്ത ഒരു ഇലാഹും ഇല്ല എന്ന് ഇൽമുള്ളവർ. അപ്പോ ആരാ ഇൽമുള്ളവർ? ഖമറുൽ ഉലമ എന്ന് വിളിച്ചാൽ കാര്യമല്ല, സംശുൽ ഉലമ എന്ന് വിളിച്ചാൽ കാര്യമല്ല. ഇൽമുണ്ടാകണം. ഇൽമിലെ ഏറ്റവും വലിയ ഇൽമ് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കരുത് എന്ന ഇൽമാണ്. അതില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് തെളിവുകൾ വെച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം. കേരളത്തിൽ ഒരു പ്രസ്ഥാനം എന്തിനാണ് ഉണ്ടായത്? സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം. ആരെ കുറ്റപ്പെടുത്തിയ വിമർശിക്കുകയോ വ്യക്തി ആക്ഷേപം നടത്തിയൊന്നുമല്ല. സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ എന്തിനാണ് ഉണ്ടായത്? അത് ഞാനല്ല പറയേണ്ടത്, പിന്നെ പറയേണ്ടതോ അവരാണ്. അങ്ങനെ ഒരു ക്ലിപ്പാണ് ഞാൻ നിങ്ങളെ ഫസ്റ്റ് കേൾപ്പിക്കുന്നത്. നിങ്ങൾ വളരെ കാതുകൂർപ്പിച്ച് ആ പറയണ എന്താണ് എന്ന് കേട്ടതിന് ശേഷം ഖുർആനിലേക്ക് വരിക. കാലിമീങ്ങൾ പഠിപ്പിച്ചെന്ന ഈ ഒരു റൂട്ട്, ആ റൂട്ട് വിട്ട് കളിയില്ല. മുഅ്മിനീങ്ങളെ, അതിനാണ് സുന്നത്ത് ജമാഅത്ത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ എന്നാവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദോതുന്ന, അവർക്ക് ജന്മദിനാഘോഷത്തിൽ സന്തോഷിക്കുന്ന. നിങ്ങളിതിപ്പോൾ കേട്ടിരുത് എന്താ ഒരു വലിയ കാര്യം തോന്നുന്നുണ്ടാവും. ഞാൻ ഉറങ്ങിയിട്ടില്ല ഈ ക്ലിപ്പ് കേട്ട ആദ്യത്തെ ദിവസം. 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്ത് വന്നു. ഏതെങ്കിലും ഒരു നബി ഞാൻ വന്നത് ഒരു മഹാനായ ഷെയ്ഖിനെ വിളിക്കാനും, അത് ഉറക്ക വിളിക്കുന്ന യാ ഷെയ്ഖ് മുഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് ജീലാനുകാരനായ മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് ഇബാദത്ത് ചെയ്യാനാണ്
ഒരു പ്രസ്ഥാനം ഉണ്ടായത് എന്ന് പരസ്യമായിട്ട് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് പ്രവാചകന്മാരുമായി ഒരു ബന്ധവും ഇല്ല എന്നാണ് ആ പറഞ്ഞത്. എന്തിനാണ്? വളരെ ഉച്ചൈസ്തരം ഉറക്കെ ഹൗസുൽ ഔലമിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കാനാണ് സമസ്ത ഈ കേരളത്തിൽ ഉണ്ടായത്. നിങ്ങൾ പറയൂ, ഇതിനെന്ത് ഖുർആന്റെ പിൻബലമുള്ളത്? ഏത് ഹദീസിന്റെ പിൻബലമുള്ളത്? ഒരു ഖുർആനിക വചനം. ഹൗസുൽ ഔലമിനെ വിളിപ്പിക്കലാണ് ഇസ്ലാമിക സംഘത്തിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രത്യേകത എന്ന് ലോകത്തെ പഠിപ്പിച്ച ഏത് വചനമാണുള്ളത്? ഏത് ഇബാറത്താണുള്ളത്? നിങ്ങൾ മനസ്സിലാക്കുക. എന്താ പറഞ്ഞത്? ആവേശപൂർവ്വം ഹൗസുൽ ഔലമിനെ വിളിക്കാം. അങ്ങനെ വിളിച്ചാൽ കുഴപ്പമില്ല. അത് ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സംഘത്തെ ഉണ്ടാക്കാനാണ് സമസ്ത ഉണ്ടായത്. അത് അക്ഷരാർത്ഥത്തിൽ വിജയിക്കുകയും ചെയ്തു. അള്ളാഹിനെ മാത്രം വിളിക്കുന്ന ആളുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അള്ളാഹിന്റെ സൃഷ്ടികളെ ആവേശപൂർവ്വം വിളിക്കുന്ന, ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളുടെ നബി ആരാണ്? സമസ്തക്കാരോട് ഞാൻ തുറന്നു ചോദിക്കണം, നിങ്ങളുടെ പ്രവാചകൻ ആരാണ്? നിങ്ങൾ പറഞ്ഞോ, പേര് പറഞ്ഞോ. മുഹമ്മദ് നബി എന്നാണോ? ഞാൻ നബീൻ്റെ ഇങ്ങനെ ഒരു വാചകം കൊണ്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖുതുബ 500 നടത്തിയിട്ടുണ്ട്. ആയിരക്കണക്കിന് ചെലുതും വെറുതുമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പ്രസംഗം എന്നെ അള്ളാഹു തെരഞ്ഞെടുത്തയച്ചത് ഇബ്രാഹിം നബിയെ ആവേശപൂർവ്വം വിളിക്കാനാണ് എന്നൊരു ക്ലിപ്പ്, എന്നൊരു പ്രസംഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയോ? ഇബ്രാഹിം നബി വന്നിട്ട് വാപ്പാനോട് ഞാൻ നൂഹ് നബീനെ ഉറക്ക വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനാണ്, വിളിക്ക് വാപ്പ നൂഹ് നബീനെ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളോട് ചോദിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളെ അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലേക്ക് ക്ഷണിക്കുകയാണ്, വിശുദ്ധ ഖുർആനിലേക്ക്. ആ വിശുദ്ധ ഖുർആനിൻ്റെ ഏതാനും വാചകങ്ങൾ ഇതിനോടനുബന്ധമായി ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ശരിക്കും നോക്കിക്കോളൂ നിങ്ങൾ. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലാ അൻ അബ്ദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്. വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായം സൂറത്ത് നഹ്ൽ 36-ാമത്തെ വചനം. ഈ വചനത്തിൽ എന്താ ഉള്ളത്? തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. ഓരോ സമൂഹത്തിലും വലികുല്ലി ഖൗമിൻ ഹാദ്. സൂറത്ത് റാദിലാണ്, സൂറത്ത് മുഹമ്മദിലാണ്, 7-ാമത്തെ വചനമാണ്. അതുപോലെ സൂറത്ത് റാദിലെ 24-ൽ പറയുന്നു, എല്ലാ സമൂഹത്തിലേക്കും താക്കീതുകാർ വന്നിട്ടുണ്ട്. കാഫത്തൽ ലിന്നാസി ബശീറൻ വനദീറാ. എല്ലാ സമൂഹത്തിലും. ഇവിടെ എന്താ പറഞ്ഞേ? തീർച്ചയായും ഓരോ സമുദായത്തിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്തിന്? മഹാന്മാരാ ഔലിയാക്കളെ വിളിക്കുന്ന ആവേശപൂർവ്വമുള്ള ഒരു സമൂഹത്തെ ഉണ്ടാക്കാനെന്നാണോ അല്ല പറഞ്ഞത്? ആണെങ്കിൽ മൊയ്ലിയാരെ നമുക്ക് അംഗീകരിക്കാം. നമ്മൾ ഈ മൊയ്ലിയാരെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഈ മൊയ്ലിയാരെ ക്ലിപ്പ് കളിപ്പിച്ചത് എന്തിനാണ്? അയാൾ ഖുർആന്റെ നിഷേധിയായതുകൊണ്ടാണ്. പ്രവാചകന്മാരുടെ നിഷേധം, അതാണ് അയാളുടെ മുഖമുദ്ര. അയാൾ ആരാണ്? അള്ളാഹുവിനെ നിഷേധിച്ച ആളാണ്, റസൂലിനെ നിഷേധിച്ച ആളാണ്, ഖുർആൻ വായിക്കാത്ത ആളാണ്. ഇത്രയും ഞാൻ ഗൗരവമായി പ്രസ്താവിക്കുന്നു. മതം തമാശയല്ല. ആളുകളുടെ ഇഷ്ടം പിൻപറ്റാൻ വേണ്ടി ഒരു വാക്കും ഞാൻ ഈ സ്റ്റേജ് പറയില്ല. എനിക്ക് അള്ളാഹിനെ കണ്ടുമുട്ടണം, അതുകൊണ്ട് ഞാൻ സത്യം മാത്രം പറയും. അസത്യം പറയില്ല, ഒരാളെ പേരിലും കുതിര കയറില്ല, ഒരാളെയും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല. വിഷയം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കേട്ടോളൂ എന്താ അയാൾ പറഞ്ഞത്? മൊയ്തീൻ ശൈഖിനെ ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കാനാണ്. ഇനി അള്ള പറയുന്നതോ, പ്രവാചകന്മാർ വന്നു, എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നു. അവരെന്താണ് ആദ്യം പറഞ്ഞത്? ജനങ്ങളെ അഭിസംബോധന ചെയ്ത് അവർ പ്രസംഗിച്ചത് എന്താണ്? അനിഅബ്ദുല്ലാഹ്, അല്ലാഹനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. വജ്തനിബുത് താഗൂത്ത്, എല്ലാ ദുർമൂർത്തികളെയും എല്ലാ സൃഷ്ടികളിൽപ്പെട്ടവരെയും നിങ്ങൾ കൈവടിയണം. ഇത് പറഞ്ഞിട്ടാണ് പ്രവാചകന്മാർ വന്നത് എന്ന് അല്ല പറയുന്നു. മൊയ്ലിയാര് പറയുന്നത്, നമ്മളിവിടെ രൂപീകരിക്കപ്പെട്ടത്, നമ്മുടെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത് എന്തിനാണ്? മൊയ്തീൻ ശൈഖിനെ ഹൗസുൽ ആലമിനെ ആവേശപൂർവ്വം വിളിക്കാനാണ്. ഇത് ദീനല്ല കൂട്ടരെ, ഇത് പച്ച ശിർക്കാണ്. അപ്പോൾ ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകരിക്കപ്പെട്ടത് തന്നെ എന്തിനാണ്? നരകത്തിലേക്ക് മനുഷ്യരെ നയിക്കാനാണ് എന്നൊരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ് പച്ച മലയാളം. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത് വതുദൂനനി ഇലൻ നാർ. 40-ാം അധ്യായം 41-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് എന്താ? വയാ ഖൗമിയേ, ജനങ്ങളെ, മാലി നിങ്ങൾക്ക് എന്തു പറ്റി?
നിങ്ങളെ ഞാൻ നജാത്തിലേക്ക് വിളിക്കുന്നല്ലോ, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്കാണല്ലോ വിളിക്കുന്നത്. വജഅൽനാഹും അഇമ്മതൻ യദഊന ഇലന്നാർ. ഖുർആൻ പറഞ്ഞ മക്ക പണ്ഡിതന്മാരിൽ ഒരു സംഘം നരകത്തിലേക്ക് നയിക്കാനുണ്ട്. 28-ാം അധ്യായം 41. മുജാഹിദ് ബാലിശ്ശേന്റെ വകയാന്ന് തോന്നുന്നുണ്ട്. എടുത്തു നോക്കി ആ ഖുർആനായിട്ട് സ്റ്റേജിൽ വന്നോ, ഒരു പ്രശ്നവുമില്ല, സമാധാനത്തോടെ. 40-ാം അധ്യായം 41 പറയണെന്താ? ഞങ്ങൾ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, നിങ്ങൾ ഞങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഒരു പറ്റം പണ്ഡിതന്മാർ ലോകത്തുണ്ട്, അവർ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാണ്. ഞാൻ പറഞ്ഞല്ല, 28-ാം അധ്യായം സൂറത്ത് ഖസസ് 41. മുജാഹിദുകളോട് എനിക്കുള്ള അപേക്ഷ എന്താ അറിയോ? ഞാനിവിടെ ഉദ്ധരിക്കുന്ന ആയത്ത് ആദ്യം പഠിക്കേണ്ടത് നമ്മളാണ്, പഠിക്കുക വേണം. ഇത് സമ്പൂർണമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിഷയത്തിൻ്റെ നോട്ടാത്. ഇത് നമ്മളെ ശരിക്കും മനസ്സിലാക്കുക. അടുത്ത വാചകം 21-ാം അധ്യായം സൂറത്ത് അംബിയ 25-ാമത്തെ വചനം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് അന ഫഅബ്ദൂൻ. ഓ, സൂറത്ത് അംബിയ പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന അധ്യായം. ഏതെങ്കിലും ഒരു നബി എണീറ്റെന്ന് ഈ മൊയ്ലിയാർ പറഞ്ഞ പോലെ പറഞ്ഞോ? ഈ മൊയ്ലിയാർ പറഞ്ഞ പോലെ പറഞ്ഞോ? മൊയ്തീൻ ഷെയ്ഖിനെ ഉച്ചൈസ്വരം വിളിക്കുന്ന, ആവേശപൂർവ്വം വിളിക്കുന്ന ഒരു ജനതന ഉണ്ടാക്കാനാണ് എന്ന് പറഞ്ഞോ? ഇല്ല. എന്നാ നബിമാരെന്താ പറഞ്ഞത്? ഞാനല്ലാതെ യാതൊരു ദൈവവുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന ബോധനം നൽകിക്കൊണ്ടല്ലാതെ ഒരു ദൂതനെയും നിനക്ക് മുമ്പ് ഞാൻ അയച്ചിട്ടില്ല. മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരു നബിയും, ഒരൊറ്റ നബിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മെസ്സേജ് പറയാനല്ലാതെ വന്നിട്ടേ ഇല്ല. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞ എന്ത്? അഫ്ളലു മാ കുൻതു അന വന്നബിയൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ സകല പ്രവാചകന്മാരും ഒന്നാമതായി ശ്രേഷ്ഠമായി പറഞ്ഞിട്ടുള്ള കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പൊ എത്ര ഖുർആന്റെ വചനായി? ഇപ്പൊ എത്ര വചനം ഉദ്ധരിച്ചു? വല്ലവരും എണ്ണിയിരുന്നോ? അടുത്തത് അല്ലാഹ് പറയാൻ, പടച്ച തമ്പുരാൻ നമ്മളോട് എടുത്തെടുത്ത് പറയാണ്. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയാണ്. അതിലൊരു വാചകം കേട്ടോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. അല്ലാഹു അവനല്ലാതെ ഒരാരാധനുമില്ല, അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ചിന്തിച്ചു നോക്ക്, ചിന്തിക്ക്. ഇനി അടുത്ത വാചകം ഫസ്റ്റ് പറഞ്ഞതിൻ്റെ ബാക്കി കേൾക്കാൻ വേണ്ടിയാണ്. അള്ളാന്റെ ഗ്രന്ഥം പറയുമ്പോൾ അതൊരു മനോഹരമാണല്ലോ. വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സദസ്സിലുള്ളവർക്ക് ഈമാൻ ഉണ്ടാകും, ഈമാൻ വർദ്ധിക്കും. അള്ളാഹ് പറഞ്ഞ 8-ാം അധ്യായം 2-ാമത്തെ വചനം, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ. അല്ലാഹുവിന്റെ ഗ്രന്ഥം 41-ാം അധ്യായം 30-ാമത്തെ വചനം. അതിലെന്താ പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അള്ളയാണ് ഞങ്ങളുടെ റബ്ബ്, സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ നിൽക്കുന്നവർ, അള്ളാഹനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നവർ, ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും സൃഷ്ടികളിലേക്ക് അനുവദിക്കപ്പെട്ടതിൽ പോലും അവർക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ചോദിക്കാന്ന് പറഞ്ഞ കാര്യം പോലും ചോദിക്കാതെ നിൽക്കലാണ് ശരിക്കുള്ള വിശ്വാസിയുടെ പ്രത്യേകത. ഇസ്ലാം അത് വളരെ ഗൗരവമായി, ചോദിക്കാൻ അനുവദിച്ചത് പോലും ചോദിക്കാൻ മടിക്കണമെന്ന് പഠിപ്പിച്ച, ഒരു ഉപ്പില്ലെങ്കിൽ അള്ളാഹിനോട് ചോദിച്ചോ എന്ന് പഠിപ്പിച്ച, ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പടച്ചോനോട് ചോദിച്ചോ എന്ന് പഠിപ്പിച്ച ഒരു മതം. ഒന്ന് ആലോചിച്ച് നോക്ക്. അടുത്ത വാചകം മലക്കുകൾ വന്നിട്ട് അവരോട് പറയുന്ന, ഭയപ്പെടണ്ട, പേടിക്കണ്ട. എന്തു പറഞ്ഞാൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചാൽ അല്ലേ. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഗൗരവം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം എന്താണ്? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കസജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ. ഒരു യഥാർത്ഥ വിശ്വാസി ആരാന്നറിയോ? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഈമാൻ അതൊരു വലിയ മരത്തിൻ്റെ വേര്
ഭൂമിക്കടിയിലേക്ക് ആഴ്ന്നിറങ്ങിയ പോലെ തൂത്തി ഉക്കലഹ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹ, അതിൻ്റെ ശാഖകൾ ആകാശത്ത് പടർന്നു പന്തലിച്ചു. അള്ളാന്റെ അനുമതി പ്രകാരം അത് എല്ലാ സമയത്തും കനി നൽകി. അതാണ് ഒരു വിശ്വാസി. കുട്ടിയില്ല, സാരല്ല പടച്ചോൻ തരും. രോഗം വന്നു, സാരല്ല പടച്ചോൻ തരും. അല്ലാണ്ട് മൊയ്തീൻ ഷെയ്ഖിന്റെ ദർഗയിലേക്കോ സീമടവൂരിന്റെ ദർഗയിലേക്കോ ഓടുകയല്ല. അവൻ ഈമാനുള്ളവനല്ല, അവൻ വിശ്വാസിയല്ല. പേരോണ്ടത് മുസ്ലിമാണ്. വലമ്മായ ദുഖുലിൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. ഖുർആന്റെ 49 അധ്യായം 14 വചനം അല്ലേ? الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. 6 അധ്യായം 82 അതിൽ പറയുന്നതാ ഈമാനിലെ ദുൽമ കലർത്താതിരിക്കണം. ഈമാനിലെ ദുൽമ എന്താ? ഇന്ന ശിർക ലദുൽമുൻ അദീം. 31:13 ഏറ്റവും വലിയ ദുൽമ ശിർക്ക, അത് വരരുത്. അതാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. അടുത്ത വാചകം. ഇവിടെ ശരിക്കും നമുക്കിടയിൽ, സമസ്തയിലും മുജാഹിദുകൾക്കിടയിലുള്ള പ്രശ്നം എന്താണ്? അത് പഠിക്കാൻ മക്കയിൽ റസൂലുള്ളാഹി വരുമ്പോൾ ഒരു സമൂഹം ഉണ്ടല്ലോ, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോഴുള്ള ഒരു സമൂഹത്തിൻ്റെ വാദങ്ങൾ എന്താണ്? അവർ വാദിച്ച വാദവും ആധുനിക കേരളത്തിലെ വാദവും ഒന്നാണെങ്കിൽ നമ്മൾ തിരുത്താൻ തയ്യാറാകുമോ? അബൂജഹലിന്റെ വാദമാണ് അബൂബക്കർ സാഹിബിനുള്ളതെന്ന് തോന്നിയാൽ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാണോ? ആണോ? അബൂജഹൽ, എനിക്ക് ഏറ്റവും അത്ഭുതമുള്ള കാര്യം എന്താ അറിയോ? ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് അബൂജഹലെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അതായത് മുദബ്ബിറുൽ ആലം ആരാണ്? ആധുനിക ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നതാണല്ലോ മുദബ്ബിറുൽ ആലം. അത് ചിറ്റടി മീത്തൽ അബൂബക്കറാണ്, CM അടവൂരാണ് എന്ന് കാന്തപുരപ്പിയ ബുക്കർ മുസ്ലിയാർ. അബൂജഹലിനോട് മുഹമ്മദ് നബി 1400 വർഷം മുമ്പ് ചോദിക്കുകയാണ്, ഫമൻ യുദബ്ബിറുൽ അംറ, ആരാണ് ലോകത്തിന്റെ മുദബ്ബിർ, ആരാണ് ലോകത്തിന്റെ നിയന്ത്രണം? അബൂജഹലിനോട് ചോദിക്കുകയാണ്. അപ്പൊ അബൂജഹൽ പറയാണ് അല്ലാഹ്. ഒരു നബിയാണെന്നല്ല, ഒരു മലക്കാണെന്നല്ല, ഇഫ്രീത്ത് എന്നുള്ള ജിന്നാണെന്നല്ല, മരിച്ചുപോയ ഔലിയാണെന്നല്ല, അസാബുൽ കഫാണെന്നല്ല, പിന്നെ ആരാ? അള്ളയാണ് മുദബ്ബിറുൽ ആലം എന്ന് അബൂജഹൽ. കേരളത്തിലെ ആധുനിക അബൂബക്കറിനോട് ഒരാൾ ചോദിച്ചു, ആരാ മുദബ്ബിറുൽ ആലം? ചിറ്റടി മീത്തൽ അബൂബക്കറാണ്. അപ്പൊ അബൂജഹലിന്റെ ഈമാൻ ഉണ്ടോ അബൂബക്കറിന്? അബൂബക്കറിനാണോ ഈമാൻ കൂടുതൽ, അബൂജഹലിനാണോ? അബൂജഹലിനാണ്. ആ ഈമാൻ പോലും പരിഗണിക്കപ്പെടുമോ? ഇല്ല. എന്തുകൊണ്ട്? അബൂജഹൽ, അതായത് നാളെ മറുലോകത്ത് ഞാൻ പറഞ്ഞ ആളും ആധുനിക ആളും അബൂജഹലും മഹ്ശറയിൽ വന്നാൽ അബൂജഹലിന് ശിക്ഷ താരതമ്യേന കുറവായിരിക്കും, ഇയാൾക്ക് ശിക്ഷ താരതമ്യേന കൂടുതലായിരിക്കും. അള്ളാന്റെ ഖുർആൻ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്, എൻ്റെ വകയല്ല. ഖുർആനിലെ 10 അധ്യായം സൂറത്ത് യൂനിസിലെ 31 വചനം. ആ വചനം എന്താ? കുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർളി അമ്മൻ യംലികു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലുന അല്ലാഹ് ഫഖുൽ ഫലാ തത്തഖൂൻ. ഇത് അള്ളാന്റെ ഖുർആനിലുള്ള AP-യുടെ പള്ളിയിലും EK-യുടെ പള്ളിയിലും മുജാഹിദുകളുടെ വ്യത്യസ്ത പള്ളിയിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിലും ഒക്കെ ഉള്ള ഖുർആൻ. ആ ഖുർആനിൽ അള്ളാഹ് പറയാണ്. ഇനി വേറൊന്നുകൂടെ പറയട്ടോ, ഈ ആയത്തൊക്കെ പ്രസംഗിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഞാനിപ്പോൾ ആയത്ത് ഉദ്ധരിച്ച് പ്രസംഗിക്കുന്ന ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തല്ലാത്ത ഞാൻ ഒറ്റ വാചകത്ത് പറയാം, ഖുർആൻ അല്ല പല പ്രസ്ഥാനങ്ങളുടെയും വിഷയം, പോലെ നേതാക്കന്മാരുണ്ടാക്കിയ വിവരക്കേടാണ്. ഇതാണ്. ക്ഷമിക്കുക, അള്ളാഹു എന്തെങ്കിലും എൻ്റെ വാചകത്തിൽ തെറ്റുണ്ട് എനിക്ക് പുറത്തു തരട്ടെ. പക്ഷെ വസ്തുത അതാണ്. ഞാനൊക്കെ എത്രയോ കൊതിച്ചിട്ടുണ്ട് മറ്റു പലരിൽ നിന്ന് ഈ ആയത്തൊക്കെ ഒന്ന് ഓതി കേൾക്കാൻ. ഇത് മുജാഹിദക്ക് മാത്രം ഖുർആൻ അവതരിപ്പിച്ചതെന്ന് തോന്നിപ്പോവും കേരളത്തിൽ. കാരണം നിഷ്ഠോതാത്ത ഒറ്റ വചനവും ഖുർആനിൽ നിന്ന് ഏതെങ്കിലും ഒരു വചനം ഉദ്ധരിക്കുന്നതിന് ഞങ്ങൾക്ക് വിഷമല്ല. ഒരു വചനം ഉദ്ധരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിഷമല്ല. എന്താ കാരണം? ഞങ്ങളെ വകയായിട്ട് അതിനൊരു വ്യാഖ്യാനം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമല്ല. അതിലേതെങ്കിലും ഒരു വാചകം ഞങ്ങൾ ഇന്ന് പഠിച്ചിട്ടില്ല, നാളെ പഠിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് ഓദിത്ത ഞങ്ങൾ സ്വീകരിക്കാനും തയ്യാറാണ്. അതിൽ പെട്ടൊരു വാചകമാണ്, ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ആഹാരം നൽകുന്നത് ആരാണ്? അബൂജഹലിനോട് ചോദിച്ചു, ഇക്രിമയോട് ചോദിച്ചു, അബൂലഹബിനോട് ചോദിച്ചു, ലാത്തയോട് ചോദിച്ചു, അബൂലഹബിനോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അള്ളയാണ്, ഒറിജിനൽ അള്ളയാണ്, മുഹമ്മദ് നബി ഞങ്ങൾ പഠിപ്പിക്കുന്ന അള്ളയാണ്. കേൾവിയും കാഴ്ചയും അധീനപ്പെടുത്തി തന്നതാരാ? അള്ളയാണ്. ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും സൃഷ്ടിച്ചതാരാ? അള്ളയാണ് അബൂജഹൽ. അടുത്ത ചോദ്യം എന്താ? വമൻ യുദബ്ബിറുൽ അംറ,
ലോകത്തിന്റെ നിയന്ത്രണാധികാരം മുദബ്ബിറുൽ ആലംമാരാണ്. അപ്പൊ അവര് പറയാണ് അതും അള്ളയാണ്. എന്നിട്ട് ചോദിക്കണം, എന്താ നിങ്ങൾ അള്ളാഹ്ക്ക് തഖ്വയുള്ളവരാകാത്തത്? എന്നാ ഇതേ കാര്യം നൗഷാദ് അഹ്സനോട് ചോദിച്ചു നോക്ക്. അഹ്സനി ഉസ്താദ്, ഞാൻ വേറൊന്നും ഇപ്പൊ പറയുന്നില്ല, ഉസ്താദാണോ ദജ്ജാലാണോ എന്നൊക്കെ ജനങ്ങൾ ഖുർആൻ പഠിച്ചിട്ട് തീരുമാനിക്കട്ടെ. ഒറിജിനൽ ദജ്ജാലിന്റെ ശിഷ്യനാ ഓടി നടക്കണം കേട്ടോ, മനസ്സിലായിക്കോളി. 10.5 മാറ്റ്, ഒരംശത്തിൽ പോലും ദജ്ജാലിന്റെ അംശം കുറഞ്ഞു പോകാത്ത 916 കാരറ്റ് സാധനത്തിന്റെ പേരാണ് നൗഷാദ് അഹ്സനി. ലോകത്ത് ഒരു ഈമാനുള്ളവനും ഇങ്ങനെ പ്രസംഗിച്ച് നടന്നിട്ടുണ്ടാവില്ല. അത്ഭുതല്ലേ അത്? അത്ഭുതല്ലേ? നോക്കൂ, നിങ്ങൾക്കറിയില്ല, 35 കൊല്ലം മുമ്പ് മരിച്ചു അയാളാണ് ഈ CM മടവൂർ എന്ന് പറയുന്നത്. അയാൾ പറഞ്ഞത്രേ, ഞാൻ അള്ളയാണ് എന്ന്, ഞാൻ അള്ളയാണ്, അനല്ലാ എന്ന് പറഞ്ഞത്രേ. ഇന്ന് നമ്മളെന്താ വേണ്ടത്? CM മടവൂർ അങ്ങനെ പറഞ്ഞു വിചാരിക്കുക, ഞാനാണ് അള്ളാ എന്ന് അയാളെ പറ്റി പറഞ്ഞ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? ഫിറൗനിന്റെ കൂട്ടാളി, ഫിറൗനിന് നല്ലൊരു അനുയായിയെ കിട്ടി, അത് CM മടവൂരാണ് എന്ന് കിട്ടി. 2 പിരാന്താണ്. ഇത് 2 അല്ലാത്ത ഇസ്ലാം ആകുമോ? അത് ഇല്ല. ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം പറഞ്ഞുതരാം. മോനെ, നമ്മൾ ലാസ്റ്റ് ഇട്ട ക്ലിപ്പൊന്നിട്, ജനങ്ങളൊന്ന് കേൾക്കട്ടെ. ഇന്നും മടവൂരിലുള്ള റഷീദ് മുസ്ലിയാർ, എൻ്റെ ധാരണ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് റഷീദ് ഉസ്താദ് എന്നാണ്, ഷെയ്ഖുനാന്റെ കുടുംബക്കാരൻ. അവരുണ്ട് അണ്ടോണയിൽ മഹാനായ ഷെയ്ഖുനയുമായി ബന്ധപ്പെട്ട സംഭവം. അനല്ലാ എന്ന് തന്നെ ഷെയ്ഖുന പറഞ്ഞ സംഭവം ഉണ്ടായി. ആ കാലത്ത് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതനാണ് അണ്ടോണ അബ്ദുള്ള മുസ്ലിയാർ. ഉടൻ അബ്ദുള്ള മുസ്ലിയാർ ഷെയ്ഖുനാന്റെ അടുത്ത് വന്നു. എന്താണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഷെയ്ഖുന പറഞ്ഞു. ആലിമിനോടാ മറുപടി. വലിയ ആലിമാണ് ഷെയ്ഖുന. രണ്ടാൾക്ക് കാര്യം മനസ്സിലായി, ശാന്തമായി. അന്ന് ഹല്ലാദുൽ മൻസൂർ പറഞ്ഞ പ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ പേരിൽ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന വലിയ ഹിക്മത്തുടയവരാണ് മഹാനരായ ഷെയ്ഖുന. കാന്തവൂർ ഉസ്താദ് വളർത്തിയൊരു ശിഷ്യനാ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാനും ഇവിടെ നിന്നിട്ട് നിങ്ങളൊക്കെ ഉണ്ടായിരിക്കാൻ പറയാം അനല്ലാന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ എന്നെ തല്ലും, അല്ലെങ്കിൽ നല്ലൊരു മനുഷ്യനായിരുന്നു, പ്രാന്തായിപ്പോയി, ഫിറൗന്റെ ശിഷ്യനായിപ്പോയി അല്ലേ? കാരണം ഇവരെന്താ പറയണത്? നല്ല ആലിമാണ് CM. അപ്പൊ ഫിറൗനല്ലേ ഏറ്റവും വലിയ ആലിമ്? നോക്കൂ നിങ്ങൾ, ഫിറൗന് അനല്ലാന്ന് പറഞ്ഞപ്പോ അല്ല എന്താ പറഞ്ഞത്? ഓൻ കാഫറാണ് എന്ന് അല്ല പറയാൻ. അതേ വാചകം CM മടവൂര് പറഞ്ഞാൽ കാഫറാണ് ഓന് എന്ന് പറയാൻ പിന്നൊരു ഖുർആൻ ഇറക്കേണ്ടതുണ്ടോ? സൗരങ്ങളെ ഫഖാല അന റബ്ബുകുമുൽ അലാ. ഏത് അല്ല ഫിറൗനെ പറ്റി പറയുന്നത് അറിയോ? ഫഹശറ ഫനാദാ ഫഖാല അന റബ്ബുകുമുൽ അലാ. ആളുകളെ വിളിച്ചിരുത്തിയിട്ട് ഫിറൗൻ എന്താ പറഞ്ഞേ? ഞാനാണ് നിങ്ങളെ വലിയ റബ്ബ്, ഞാനാണ് അല്ലാഹ്. എന്നിട്ട് അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചെന്നത് എന്താ? കാഫിറാണ് എന്ന്, നിഷേധിയാണ് എന്ന്, നരകാവകാശിയാണ് എന്ന് ഖുർആൻ പറഞ്ഞേ. നരകത്തിലാണ് എന്ന് തീർത്തു പറഞ്ഞു. ആ വാചകം CM മടവൂര് പറഞ്ഞ സ്വർഗത്തിലും, ആ വാചകം ഫിറോൻ പറഞ്ഞ നരകത്തിലും. എന്ത് പടച്ചോനാ ഈ പടച്ചോൻ? പറ സമസ്തക്കാരെ, ഈമാനുള്ളവര് പറ, ഒരല്പം ബുദ്ധി പണയപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകൾ പറ. ഫഖാല അന റബ്ബുകുമുൽ അലാ. ഫിറോൻ പറഞ്ഞാൽ അത് വിവരക്കേട്. അതേ വാചകം ഷെയ്ഖ് പറഞ്ഞാൽ അത് വലിയ അറിവ്. എങ്ങനെയാണോ ഈ മാനദണ്ഡം വേർതിരിയുന്നത്? എങ്ങനെയാ ഈ മാനദണ്ഡം വേർതിരിയുന്നത്? ചിന്തിക്കുങ്ങള്, ചിന്തിക്ക്. ഒരു മൊയ്ലിയാരുട്ടിയാ പറയണത്, ഒരു മൊയ്ലിയാരുട്ടിയാ പറയണത്, പച്ചവെള്ളം കൊടുക്കരുത് മുസ്ലിം ഉമ്മത്ത്, ഈ ജാതി ചേത്താന്മാർക്ക്. ചിന്തിച്ചോളി നിങ്ങൾ. ഫിറോന്റെ പേര് കേട്ട റളിയല്ലാഹു എന്ന് പറയോ? നിങ്ങള് പറയോ? ഫിറോന്റെ പേര് കേട്ട റളിയല്ലാഹു എന്ന് പറയോ? ഫഖാല അന റബ്ബുകുമുൽ അലാ, ഞാനാണ് പരമോന്നതനായ റബ്ബ് എന്ന് ഫിറോൻ പറഞ്ഞതിനെ കുറിച്ച് അവൻ കാഫിറാണ് എന്ന് അല്ലാഹ് പറയുന്നു. എന്നിട്ട് ഇപ്പൊ ഒരുത്തൻ ഇരുന്നിട്ട് പറയാ അനല്ലാന്ന്. എന്നിട്ട് അത് സ്വീകരിക്കാനും അത് ന്യായീകരിക്കാനും പടച്ചോനെ പേടില്ലാത്ത ഇരുകാലിൽ നിൽക്കുന്ന ഉലായിക്കൽ അനാമുകൾ ഈ ഭൂമിയിൽ ഊരിച്ചിട്ടുന്നു. ദയനീയമല്ലേ? നിങ്ങളെ ഉസ്താദുമാര് പറഞ്ഞ ഓലെന്നും ജീവിച്ചിരിപ്പുണ്ട്. ഈ മൂവർ സംഘം, എല്ലായിടത്തിലും ഒരു മൂവർ സംഘം ഉണ്ടാവും. എന്താന്ന് എനിക്ക് മനസ്സിലാവണില്ല. ആ മൂവർ സംഘത്തിന്റെ പണി ചില്ലറല്ല. എല്ലാത്ത ഇബിലീസുകൾ ബാധിക്കുന്ന മൂവർ, നൗഷാദ്, മറ്റേ ചെങ്ങായി
ഒരു സക്കാഫി, പിന്നെ ഈ ഇപ്പൊ പറഞ്ഞ ഈ ചെങ്ങാതി, മനുഷ്യഗണത്തിൽ എണ്ണാൻ എനിക്ക് പ്രയാസമുണ്ട് പടച്ചോനെ പേടിച്ചിട്ട്. വല്ല ശിക്ഷ അല്ല ഇറക്കുമെന്ന്. കാരണം അല്ല ഈ ജാതിനെ പറഞ്ഞത് നാക്കാലികളെക്കാൾ മോശമാണ് എന്ന്. പിന്നെ ഇൻസിന്റെ കൂട്ടത്തിൽ എങ്ങനെ പെടുത്തും? ഉലായിക്കല്ലാം ഓനൊക്കെ നബ്ബൽഹും അവൽ അല്ല, അതിനേക്കാൾ മോശമാണ് എന്ന് അല്ല പറയാ. പിന്നെ എങ്ങനെ നമ്മൾ പറയാ? 7-ാം അധ്യായം 179 എൻ്റെ വകയല്ല, അല്ല പറഞ്ഞതാ. ചിന്തിക്കുങ്ങള്. ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളോട് എല്ലാവരോടും, ഫക്കാല അനറബുക്കുമുലാല എന്ന് പറഞ്ഞ ധിക്കാരിയായിരുന്നു ഫിറൗൻ നമ്മൾ പറയല് അല്ലേ? നിങ്ങൾ പറയല് ജീവിതത്തിൽ എപ്പോഴെങ്കിലും എടാ ഞാനാ റബ്ബ് എന്ന് പറഞ്ഞ ഫിറൗൻ റളിയല്ലാഹു അൻഹു നഊദു ബില്ലാഹ്. ചിന്തിക്ക്, ഈ സമുദായത്തെ എവിടെ എത്തിച്ചേന്ന് ചിന്തിക്ക്. ഉസ്താദുമാർ തലപ്പാവക്കെട്ട് നല്ല അറബിക്കുപ്പായക്കെട്ട് വരുമ്പോൾ 10 ഉറുപ്പ്യ എടുത്തു കൊടുക്കുന്നോ മനസ്സിലായിക്കോ, നരകത്തിലേക്കാണ് 10 ഉറുപ്പ്യ മനസ്സിലായിക്കോ. പച്ച വെള്ളവും ഒരു ധനവും കൊടുക്കേണ്ടാത്ത ഏക വിഭാഗമാണിത്, അത് മനസ്സിലായിക്കോളേ. പാവപ്പെട്ട ഏതെങ്കിലും മനുഷ്യന്മാർക്ക് ഉരുൾപൊട്ടിയെടുത്തൊക്കെ വെള്ളം കൂടെ കൊടുക്കി, അതിനെന്തെങ്കിലും കിട്ടും. ഇവർക്ക് ബിരിയാണി നെയ്ച്ചോറും വെച്ച് കളമ്പിയിട്ട് കാര്യമല്ല. അത്ര മോശമല്ലേ ഇപ്പം പറഞ്ഞ 2 ക്ലിപ്പേ ഞാൻ ഇട്ടിട്ടുള്ളൂ, അതിൻ്റെ അവസ്ഥ അത്. ഇനി നിങ്ങൾ ആലോചിച്ച്, ഞാൻ നിങ്ങളോട് ഈ കാര്യത്തിൽ മക്കാ മുശ്രിക്കുകളുടെ എന്തായിരുന്നു അവരുടെ പ്രഖ്യാപനം? വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്. എന്തറിയോ? ഖുർആനിലെ 10-ാം അധ്യായം 18-ാമത്തെ വചന ഇതിൽ എന്താ ഉള്ളത്? അല്ലാഹുവിന് പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു. അവർ ആരാധ്യർ അല്ലാഹുവിൻ്റെ അടുക്കൽ, അള്ളാന്റെ അടുക്കൽ ഈ നേതാക്കന്മാരെ ഞങ്ങൾ അടുപ്പിക്കും. വത്തിൽക സിഫാത്തുല്ലതി തഗയ്യലുഹാ ബിഅസ്നാമിഹിം അന്നഹാ തദുറു വതൻഫഉ വതശ്ഫഉ ഇൻദല്ലാഹി ബിഗൈരി ഇദ്നി എന്നാണ് പറയുക. ഇമാം റാസി പറഞ്ഞ പടച്ചോന്റെ അടുത്ത് അപ്പൊ അല്ല ഉണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചു അല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്ക്. വലയിൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅ വലയിൻ സഅൽതഹും മൻ ഖലഖ السماوات والارض വശഖറ الشمس والقمر ലയഖൂലുന്ന അല്ലാഹ്. സൂറത്ത് അൻകബൂത്താണ് 61-ാമത്തെ വചനം. ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ചത് ആര് എന്ന് നീ അവരോട് ചോദിച്ചാൽ അള്ളയാണ് എന്ന് അവർ പറയും. തീർച്ചയായിട്ടും അള്ളയാന്ന് അവർ പറയും. അപ്പൊ അള്ളാഹുവിൽ അവർ വിശ്വസിച്ചു. വമാ യുക്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. 12-ാം അധ്യായം 106-ാമത്തെ വചനം. മനുഷ്യരിൽ ഭൂരിപക്ഷം ആളുകളും അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട മക്കാ മുശ്രിക്കുകളുടെ പ്രത്യേകതയും സമസ്തക്ക് സംഭവിച്ച പിഴവും തൗഹീദിൽ അത് അപാരമായി കേൾക്കേണ്ടതാണ്. നിങ്ങൾ ഖലീൽ തങ്ങൾ, അദ്ദേഹം ഒരു ബോട്ടിലോ കപ്പലിലോ, അന്ന് അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് തന്നെ ഉറപ്പില്ല. ഒരിക്കൽ പറയും ബോട്ട് എന്ന്, ഒരിക്കൽ പറയും കപ്പൽ എന്ന്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറയുന്നത് കടലിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്, കാറ്റും കോളും വന്നു, കപ്പൽ മുങ്ങാറായി. ഖലീൽ തങ്ങൾ ജീവിച്ചിരിപ്പുള്ള ആളാ. AP സുന്നികളുടെ നെടുന്തൂണാണ്, വലിയ പണ്ഡിതനും ആലിമുമാണ്, തങ്ങളാണ്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലെ ക്ലിപ്പ്, അയാൾ പറഞ്ഞ അയാളുടെ അനുഭവം അതാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് അതൊന്ന് കേട്ടുനോക്ക്. മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ അത്ഭുതകരമാം വിധം അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തിയത്. മനസ്സിലായില്ലേ? മാതലിന് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ കപ്പലില് ബോട്ടിൽ യാത്ര ചെയ്ത് കപ്പൽ മുങ്ങി ആടി ഉലയും എന്ന് തോന്നിയപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലോണം കേട്ടോളിട്ടോ. ഖുർആനിൽ നിന്ന് 2 ആയത്ത് ഞാൻ ഓതും, എൻ്റെ വകയല്ല, ആർക്കും പരിശോധിക്കാം. എന്നിട്ട് ആ ഖുർആനിക വചനപ്രകാരം ഈ പ്രസംഗികൻ ഇസ്ലാമിൻ്റെ അകത്താണോ പുറത്താണോ നിങ്ങൾ ചിന്തിക്കുക. ഖുർആനിക പ്രകാരം, അല്ലാതെ മുജാഹിദുകൾ പറയണോ നിങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾ പറയില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല. കതബയ്യന റുശ്ദു മിനൽ ഗയ്യ്, സത്യവും അസത്യവും വേർതിരിച്ചിട്ടുണ്ട്. അത് പഠിച്ചാൽ മതി. ഫമൻ ശാഅ ഫൽയുഗ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ ഫമൻ ശാഅ ഫൽയുഗ്മിൻ വമൻ ശാഅ ഫൽയക്ഫുർ. വിശുദ്ധ ഖുർആൻ അനേക വചനത്തിൽ പറഞ്ഞ കാര്യമാണ്, നിർബന്ധമല്ല. പക്ഷെ നിങ്ങൾ കേൾക്കണം എന്താ പറയുന്നത്. കപ്പലിൽ, കടലിൽ
യാത്ര ചെയ്തപ്പോൾ മുങ്ങുന്ന അവസ്ഥ വന്നു, കാട്ടും കോളും വന്ന് മുങ്ങുന്ന അവസ്ഥ വന്നു. അത് വന്നപ്പോ ഓർമ്മ വന്നത് ആരെയാ? ബദരീങ്ങളെയാണ്. ബദരീങ്ങളെയാണ്. നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല. ശരി, ഇത് ദീനാണോ? പരിശോധിക്കാം നമുക്ക് ഖുർആനിൽ നിന്ന്. ഖുർആനിൻ്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ 34 വചനം അതിലുള്ളത്. അതിലെ 32-ാമത്തെ വചനം നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിലെ 32-ാമത്തെ വചനം നമുക്കൊന്ന് കേൾക്കാം. എന്തൊക്കെയാണ് അതിൽ വരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ പറയുന്ന കാര്യം എന്താണ്? ഒന്ന്, ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഫലമ്മാ നജാഹും മിനൽ ബർരി ഇദാ ഹും യുശ്രികൂൻ വൈദാ ഖശിയഹും മൗജുൻ കല്ലുലൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. രണ്ട് ഖുർആനിക വചനം. ഒന്നിൻ്റെ അർത്ഥം സൂറത്ത് അങ്കബൂത്തിലെ 29-ാം അധ്യായത്തിലെ 65-ാമത്തെ വചനമാണ്. എന്നാൽ അബൂജഹൽ, അബൂലഹബ്, വലീദ് ഇബ്നു മുഗീറ, ബൗദ്ധ വിശ്വാസികൾ കപ്പലിൽ കയറിയാൽ, ശരിക്കും ശ്രദ്ധിച്ചോളണം, മുജാഹിദുകളുടെ വകയല്ല. ഫൈദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ്, അവർ അല്ലാഹനെ വിളിച്ചു. എങ്ങനെ? മുഖ്ലിസീന ലഹുദ്ദീൻ. മറ്റേ സ്ഥലത്ത് പറയുന്നത് എന്താ? വൈദാ ഖശിയഹും മൗജുൻ കല്ലുലൽ, പർവ്വത സമാനമായ തിരമാലകൾ, പർവ്വത സമാനമായ ആർത്തിരമ്പുന്ന തിരമാലകൾ വന്ന് കപ്പൽ മുങ്ങിപ്പോകുമെന്ന് വന്നാൽ അവർ അല്ലാഹനെ വിളിച്ചു. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനാക്കി നിഷ്കളങ്കമായി. ഇനി ഒരു ചെറിയ വിവരണം, ജീവിതത്തിൽ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഈ വിവരണം കേട്ടോ. ഈ ലബനൻ ഖാലിസ മനസ്സിലായിട്ടുണ്ടാവും. ലബൻ എന്ന് പറഞ്ഞാൽ പാല്. ലബനൻ ഖാലിസ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഉപയോഗിച്ച ഒരു പ്രയോഗമാണ്. ഈ പദം ഉപയോഗിച്ചിട്ടാണ് മുഖ്ലിസ്, ഇഖ്ലാസ്, ഇഖ്ലാസ് ഉള്ളവനാണ് മുഖ്ലിസാണെന്ന് പറയുന്ന പാചകത്തെ ഉലമാക്കൾ വിവരിച്ചത്. അതാണ് പറയുന്നത്. കേട്ടോളൂ എന്താ പറയുന്നത്. ലബനൻ ഖാലിസ എന്ന് പറഞ്ഞാൽ ചാണകത്തിൻ്റെയും രക്തത്തിൻ്റെയും ഇടയിലൂടെ ഒരു കലർപ്പുമില്ലാത്ത പശുവിൻ്റെ പാല് അല്ല ഉപയോഗിച്ച ലബനൻ ഖാലിസ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഇതിനോട് വേറൊന്നും ചേർന്നിട്ടില്ല, ഇത് മാത്രം മേഘമായി നിലനിൽക്കുന്നു. ശരിക്കും മനസ്സിലായിക്കോളെ. ചാണകമോ രക്തത്തിൻ്റെ രുചിയോ ചാണകത്തിൻ്റെ ദുർഗന്ധമോ പാലിനില്ല. കാരണം ഇത് രണ്ടിൻ്റെയും ഇടയിൽ എവിടെയോ വെച്ച് അല്ലാഹു പാലിനെ വേറെയാക്കി, ഒറ്റയാക്കി, അതിൽ കലർപ്പില്ല. അതാണ് മുഖ്ലിസ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം എന്നറിയോ? അല്ലാഹുവിൻ്റെ കൂടെ ഒന്നും ചേർന്ന് നിൽക്കൂല. മലക്കുണ്ടാവൂല, ജിന്നുണ്ടാവൂല. അള്ളാഹിനെ വിളിക്കേണ്ട അടുത്ത് മലക്കിനെ വിളിക്കൂല, അള്ളാഹിനെ വിളിക്കേണ്ട അടുത്ത് ജിന്നിനെ വിളിക്കൂല, അള്ളാഹിനെ വിളിക്കേണ്ട അടുത്ത് ഷെയ്ഖിനെ വിളിക്കൂല, അള്ളാഹിനെ വിളിക്കേണ്ട അടുത്ത് ഔലിയാക്കളെ വിളിക്കൂല. അതിനാണ് ഇഖ്ലാസ് എന്ന് പറയാ. ഇനി എന്താ അള്ളാഹ് പറയണത്? കടലിലെ അബൂജഹലിന്റെ കപ്പൽ മുങ്ങിയാൽ അബൂജഹൽ, ലാത്ത, ഉസ്സ, മനാത്ത, വദ്, സുവാ, യഹൂസ്, യഹൂക്ക്, നസ്ർ, ഹുബില്, ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, മറിയം ബീവി, അതുപോലെ ഉസൈർ, ഇവരൊക്കെ മറന്നിട്ട്, അതായത് കടലിൽ വെച്ചിട്ട് മക്കാ മുശ്രിക്കുകളുടെ പ്രത്യേകത എന്തായിരുന്നു? അവിടെ അല്ലാത്ത ഒരു ജിന്നിനെയും ഒരു ഇൻസിനെയും ഒരു വലിയനെയും ഒന്നിനെയും വിളിക്കാതെ റബ്ബിനെ മാത്രം വിളിക്കുന്നവരായിരുന്നു ആര്? മക്കയിലെ മുശ്രിക്കുകൾ. ഇനി എൻ്റെ ചോദ്യം, അള്ളാനാട് മറന്നിട്ട് 313 ഇലാഹുകളെ വിളിച്ച ഈ പറഞ്ഞ തങ്ങളെ മുസ്ലിം എന്ന് വിളിക്കാൻ എനിക്ക് കഴിയില്ല. എൻ്റെ സ്വാതന്ത്ര്യം അത്. ഞാനിവിടെ ജീവിക്കുന്ന അമുസ്ലിങ്ങളുടെ ഇമാം പോലും അയക്കേണ്ടത് വിശ്വസിക്കുന്നില്ല. 313 ഇലാഹുകളെ ഓർമ്മ വന്നു എന്ന് കടലിൽ വെച്ചിട്ട് ആർക്ക്? കാന്തപുരത്തിൻ്റെ വലങ്കൈ ഖലീൽ തങ്ങൾക്ക് ഓർമ്മ വന്നു. ഇവരുടെ മതേതാ? അബൂജഹലിന് പോലും കടലിൽ ഓർമ്മ വരുന്നത് ആരെയാ? അള്ളാഹനെ മാത്രം. അതുകൊണ്ടാണ് മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹുവിനാക്കിക്കൊണ്ട് അള്ളാഹനെ മാത്രം വിളിച്ചു. അവിടെ മനസ്സിന്റെ കോണിൽ ഒരു തരിമ്പ് പോലും ലാത്തക്കുസ്സക്കു സ്ഥാനം കൊടുത്തില്ല. ഖലീൽ തങ്ങളോ ഒരു തരിമ്പ് പോലും റബ്ബിന് സ്ഥാനം കൊടുത്തില്ല. മരിച്ചുപോയ 313 സ്ഥാനം കൊടുത്തു. പറയൂ, മുസ്ലിം ആണോ ഇത്? ഇസ്ലാം ആണോ ഇത്? ഈ നാട്ടിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെ ഇന്ന് റബ്ബ് നമ്മളെ വിളിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ അഖീദ സ്വീകരിച്ച് മരിച്ചോളി. നരകത്തില. കഷ്ടമാണ്, മഹാകഷ്ടമാണ്. ഇതൊരു വലിയ അത്ഭുതമല്ലേ?
കടൽ. ഇനി അബൂജഹലിന്റെ മകനില്ലേ ഇക്രിമ, അതും കൂടി പറഞ്ഞ കഴിഞ്ഞ കഥ, സമസ്തന്റെ കാര്യം കഴിഞ്ഞ്. ഇക്രിമ ആരായിരുന്നു? ഇക്രിമ കാന്തപുരത്തിന്റെ മോനെ പോലെയായിരുന്നു. ഇന്നത്തെ കാന്തപുരത്തിന്റെ മോനെ പോലെയായിരുന്നു ഇക്രിമ. ഇക്രിമ അല്ലല്ലാത്തവരോട് പ്രാർത്ഥിച്ച ആളായിരുന്നു. കാന്തപുരത്തിന്റെ മോനും അതാണ്. കേൾപ്പിച്ചു തരാൻ ഇപ്പൊ കേട്ടോളൂ നിങ്ങൾ. ആ കാന്തപുരത്തിന്റെ മോന്റെ ക്ലിപ്പ് വന്നിട്ട് മോനെ നിങ്ങൾ കേട്ടോളി, കേട്ടിട്ട് തെളിവ് സഹിതം നമുക്ക് പറയാം. സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു. ഇതേ അവസ്ഥയായിരുന്നു ഇക്രിമക്ക്. അന്ന് റളിയല്ലാഹു അൻഹു അല്ല, അതുകൊണ്ട് വനുവല്ല. ഏത്? അതുകൊണ്ട് ചെങ്ങയ്യുമല്ല. മനസ്സിലായോ? അള്ളാന്റെ ശാപകോപങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നവരാതൊക്കെ. എന്താ? ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇനി നിങ്ങൾക്ക് എന്താ കേൾക്കേണ്ടത്? നമ്മളൊക്കെ ഈസാ നബിയെ വിളിച്ച് പ്രാർത്ഥിച്ചു, അപ്പോൾ നമ്മളൊരു ക്രിസ്ത്യാനിയാണ്. ശ്രീരാമനെ വിളിച്ച് പ്രാർത്ഥിച്ചു, അപ്പോൾ നീ ഹിന്ദുവായി. ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു, അപ്പോൾ മുസ്ലിം. ഇതെന്താ കഥ? ഇതെന്താ കഥ? മറ്റോ വിളിച്ചപ്പോൾ തെറ്റ്, രണ്ടാമത്തോ വിളിച്ചപ്പോൾ തെറ്റ്, മൂന്നാമത്തോ വിളിച്ചപ്പോൾ ശരി. അതെങ്ങനാ കൂട്ടരെ? അതെങ്ങനാ കൂട്ടരെ ശരിയാകുക? ബാലന്റെ കള്ളുകുടി ഹറാം, ദേവേന്ദ്രന്റെ കള്ളുകുടി ഹറാം, കല്യാണമ്മന്റെ കള്ളുകുടി ഹറാം, ആമിനത്താത്താന്റെ കള്ളുകുടി ഹലാൽ. ഇതെങ്ങനെ കൂട്ടരെ ആകുക? എങ്ങനെയാ കൂട്ടരെ ആവുക? ഇനി നിങ്ങൾ നോക്കി, ഇക്രിമ ആരാ? ഇക്രിമ ഇസ്ലാം സ്വീകരിക്കൂല, ഓടി രക്ഷപ്പെടുക. ഓടി രക്ഷപ്പെട്ടൊരു കപ്പലിൽ കയറി. മുഹമ്മദ് ഉള്ള നാട്ടിൽ ജീവിക്കൂലാർന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാട്ടിൽ ജീവിക്കൂല. അബൂജഹലിന്റെ മോന്, പത്തരമാറ്റ് മോന്, കാന്തപുരത്തിന്റെ മോനെ പോലെ കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ കാറ്റും കോളും വന്ന്, അള്ളാഹു ഹിദായത്തിന് നിമിത്താക്കുകയാണ്. കാറ്റും കോളും വന്നപ്പോൾ അബൂജഹലിന്റെ മോനുണ്ട് കപ്പലിൽ. അപ്പൊ കപ്പിത്താൻ ഉറക്ക വിളിച്ചു പറയാം. കേട്ടോളിട്ടോ, ഹിദായത്ത് കിട്ടുന്ന രൂപം നോക്കിയോളി. കപ്പിത്താൻ ഉറക്ക വിളിച്ചു പറയാണ്, അള്ളാനെ വിളിച്ചോളീന്ന്. എങ്ങനെ? അള്ളാനെ വിളിച്ചോളീന്ന്. ലാത്തനെ വിളിച്ചോളീന്നല്ല, ഉസ്സനെ വിളിച്ചോളീന്നല്ല, മനാത്തനെ വിളിച്ചോളീന്നല്ല, ഈസാ നബിയെ വിളിച്ചോളീന്നല്ല, നൂഹ് നബിയെ വിളിച്ചോളീന്നല്ല, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിനെ വിളിച്ചോളീന്നല്ല, ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ വിളിച്ചോളി, മസീഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ചോളി, മറിയമിനെ വിളിച്ചോളീന്നല്ല, അള്ളാനെ വിളിച്ചോളി. ഇത് ബാക്കിൽ നിന്ന് കേൾക്കാണ്. ഇക്രിമാ റളിയല്ലാഹു അൻഹു കപ്പലിൽ ശരിക്കും പഠിച്ചോളി. എല്ലാവരും ഇങ്ങനെ വകഞ്ഞു മാറ്റി. മോനെ ഒന്ന് അങ്ങോട്ട് മാറിക്ക്. കപ്പിത്താൻ്റെ അടുത്തേക്ക് ചെന്ന് ഇക്രിമക്ക് കൗതുകം. അള്ളാനെ മാത്രം വിളിച്ചോളി എന്ന് കേട്ടപ്പോ കപ്പലിൽ കയറിയാളാ. അത് വിളിക്കൂലെന്ന് പറഞ്ഞ് കപ്പലിൽ കയറിയാളാ. മുഹമ്മദ് നബി അള്ളാനെ മാത്രം വിളിക്കുന്ന ആളാ. അത് പറ്റൂല, അള്ളാന്റെ സൃഷ്ടികളെയും വിളിക്കാം, മഹാന്മാരെ വിളിക്കാം. അങ്ങനെ വിളിക്കുന്നതാണ് ശരി. അതിനുവേണ്ടി നാട് വിട്ടുപോയ ധീര സമസ്തക്കാരനാണ് അബൂജഹൽ. ഇനി ചിന്തിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. നല്ലോണം ശ്രദ്ധിച്ചോളി, നല്ലോണം ആലോചിച്ചോളി. അടുത്ത വാചകം. അപ്പൊ ഇക്രിമ കയ്യേനം എല്ലാരെയും മാറ്റി വെച്ചിട്ടോ രക്ഷ ചോദ്യം. എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്താ പറഞ്ഞതെന്ന്? അള്ളാനെ വിളിച്ചോ? ഏതല്ല ചോദിക്കണ ഇക്രിമ ഏതല്ല? മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ. എന്ത്? മുഹമ്മദ് നബിയെ പരിചയപ്പെടുത്തി അള്ളാനെ വിളിക്കാൻ പറ്റായിട്ടാ ഞാൻ കപ്പലിൽ പോകുന്നത്. എന്നിട്ട് ആ നബി വിളിച്ച അള്ളാനെ വിളിക്കാനോ എന്ന് ചോദിച്ചു. അപ്പൊ കപ്പിത്താൻ വരെ വിളിച്ചാലല്ലാതെ രക്ഷല്ലേ, കുളുകുളു മുങ്ങിപ്പോവും. മറ്റേ വിളിയൊക്കെ വെറുതെ, അവൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. ചിന്തിക്കണേ. എന്നിട്ട് ഇക്രിമ ഷഹാദത്ത് കലിമ ചൊല്ലി. ഇനി പറയൂ, ഇക്രിമയുടെ ഈമാനുണ്ടോ അബ്ദുൽ ഹക്കീം അൽ അസ്ഹരി എന്ന് പറയുന്ന മനുഷ്യന്? അതുപോലെ ഖലീൽ തങ്ങൾക്ക് ഇല്ല കൂട്ടരെ. ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാം ആയിക്കോളെ. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം പിടിക്ക്, കടുപ്പായി പോയിന്ന്. സത്യമായും എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ഒരു ദിവസം മശ്റയിൽ വരും. ഞാൻ ഈ ഹക്ക് വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ റബ്ബ് കബൂൽ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ കാര്യം കഷ്ടമാണ്. പക്ഷെ ഈ ഹക്ക് റബ്ബിന് ഒരിക്കലും റബ്ബ് നിഷേധിക്കാത്ത ഹക്കാണ് ഈ പറയുന്നത്. അള്ള പരിചയപ്പെടുത്തിയ ഹക്കാണ്. ഇക്രിമ എന്തുകൊണ്ട് മുസ്ലിമായി? അള്ളാനെ മാത്രമേ എന്ന് വിളിക്കുമ്പോൾ വിളിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് ഇക്രിമ മുസ്ലിമായത്. അള്ളാഹിൻ്റെ കൂടെ ഇബ്രാഹിം നബിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തയാവും. അതിന് നൂഹ് നബീൻ്റെ കാലത്തെ കഥ. നൂഹ് നബീൻ്റെ കാലത്തെ കഥ എന്താ? 5 ഔലിയാക്കളെ വിളിച്ചു എന്നാ KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് പരിഭാഷ ചെയ്തി. 71-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനത്തിന് അദ്ദേഹം നൽകിയ തഫ്സീറിൽ അദ്ദേഹം ഇബ്നു അബ്ബാസ് പറഞ്ഞൊരു ഉദ്ധരണി പറയുന്നുണ്ട്. വദ്ദൻ വലാ സുവാ എന്ന ഇമാം ബുഖാരിയിലെ ബാബിൽ കൊടുത്തൊരു കാര്യം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയാ, വഹിയ അസ്മാഉ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ 5 ഔലിയാക്കൾ. ഈ 5 ഔലിയാക്കളെ വിളിച്ചവരെ പറ്റി
മഹാനായ നൂഹ് നബി പറയുന്നത് അറിയോ? ഇവർ ജനങ്ങളെ പിഴപ്പിക്കുകയെന്ന്. ഔലിയാക്കളെ വിളിക്കൽ പിഴവാണെന്ന് 71 അധ്യായം 1 മുതൽ 28 വരെയുള്ള വചനം. എന്നിട്ട് നൂഹ് നബി അള്ളാഹിനോട് പറയുന്നത് എന്തറിയോ? കാഫിരീന ദയ്യാറ, പടച്ചോനെ ഒറ്റ 5 ഔലിയാക്കളെ വിളിക്കുന്ന ഈ സത്യനിഷേധികളായ കാഫറുകളെ നീ വിട്ടേക്കരുതേ എന്ന്. മുക്കി നശിപ്പിച്ച് കളഞ്ഞു ഔലിയാക്കളെ വിളിച്ചവരെ. രക്ഷപ്പെടുത്തിയില്ല അള്ളാഹിനെ മാത്രം വിളിച്ച നൂഹ് നബിയെ രക്ഷപ്പെടുത്തി. ചിന്തിക്ക്, ആലോചിക്ക് നല്ലോണം. നൂഹ് നബി ആരുടെ പക്ഷത്താ? സെൽഫിയുടെ പക്ഷത്താണോ സമസ്തയുടെ പക്ഷത്താണോ? പറ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. സഹോദരങ്ങളെ, എത്ര ഭയാനകരമാണ്. അടുത്ത ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ടോളൂ. 14 നൂറ്റാണ്ട് ഇവിടെ ജീവിച്ചവർ റളിയല്ലാഹു അൻഹും വറളു എന്ന് പറഞ്ഞ ആ സമുദായം, ആ സംഘത്തിന്റെ പിന്തുടർച്ചയിൽ നിൽക്കുന്ന നമ്മളെയാണ് അബൂജഹലിന്റെ പാർട്ടിയാക്കുന്നത്, ഫിറഔന്റെ പാർട്ടിയാക്കുന്നത്. കഷ്ടല്ലേ ഇത്? വളരെ തെറ്റല്ലേ, മോശല്ലേ? അതിവിടെ കൊണ്ടുവന്നത് KM മൗലവി എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിലാണ്. അയാളിപ്പോൾ എല്ലാവർക്കും അറിയാൻ മതി. KM മൗലവിയും അദ്ദേഹത്തിന്റെ ചില കൂട്ടാളികളും കൂടിയിട്ടാണ് ഉണ്ടാക്കിയത് ഇവിടെ അത് കൊണ്ടുവന്നത്. ഒരു മനുഷ്യനെ നന്നാക്കാൻ എന്താ അവരുണ്ടാക്കിയത്? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഏതൊരു ഒരു കാര്യം പറയും, എന്താ ഉണ്ടാക്കിയത്? മജ്ലിസ് എന്നൂർ ബദരീങ്ങളെ വിളിച്ചു ദ്വാരുന്നാൽ മുശരിക്കാവുന്ന അവർ പറയുന്നത്. ബദരീങ്ങളെ വിളിച്ചു ദ്വാരുന്നാൽ മുശരിക്കാവുന്ന അവർ പറയുന്നത്. അതുപോലെ ബദരീങ്ങളെ ബദർപാട്ട്, ബദർമാല, അതൊക്കെ നമുക്കുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് നമുക്ക് അത് പുതിയതൊന്നുമല്ല, പഴയതിന്റെ തുടർച്ചയാണ്, വേറെ രൂപന്നേ ഉള്ളൂ. മജ്ലിസ് എന്നൂർ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളാണ് നമ്മളുടെ ഇവർ സമ്മാനിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ബദരീങ്ങളെ വിളിച്ച് ദ്വായിരുന്നാൽ അത് ശരിയല്ല എന്ന് KM മൗലവി പഠിപ്പിച്ചു എന്ന്. മുഹമ്മദ് നബിയെ പഠിപ്പിക്കാനാ വന്നത്. ദുആ ചെയ്താൽ, ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്താൽ, പ്രയോഗം നോക്കിക്കോളി നിങ്ങൾ. അള്ളാഹിനെ വിളിച്ച് ദുആ ചെയ്താൽ അത് അള്ളാഹ്ക്കുള്ള ഇബാദത്ത്. മുഹമ്മദ് നബിയെ വിളിച്ച് ദുആ ചെയ്താൽ അത് മുഹമ്മദ് നബിക്കുള്ള ഇബാദത്ത്. ബദരീങ്ങളെ വിളിച്ച് ദുആ ചെയ്താൽ അത് അവർക്കുള്ള ഇബാദത്ത്. അദ്ദുആ ഹുവൽ ഇബാദ ഖുൽ ഇന്നമാ അദൂ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. പറയൂ നബിയെ, ഞാൻ എൻ്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. 72 അധ്യായം 20 വചനം. വഖാല റബ്ബുക്കും ഉദൂനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. 40 അധ്യായം 60 വചനം. അള്ളാഹിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യുക, വിളിക്കുക, അല്ലാത്തവരെ വിളിക്കാൻ പാടില്ല. ഇനിയോ ബദരീങ്ങളെ നോക്കൂ നിങ്ങൾ. ബദരീങ്ങളെ വിളിച്ചാൽ അതിൽ കുഴപ്പമില്ല. ഞങ്ങൾ പറയണതിൽ കുഴപ്പമുണ്ട്. കാരണം എന്താ? ബദരീങ്ങൾ ബദർ യുദ്ധത്തിൽ വരുമ്പോൾ ആരെയാ വിളിച്ച്? നമ്മളങ്ങനെ ബാപ്പ എന്താണോ പഠിപ്പിച്ച് അതല്ലേ നമ്മൾ നോക്കുക. ഉസ്താദ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുക. എങ്കിൽ നബിമാർ നിങ്ങളുടെ റോൾ മോഡലാന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ 21 അധ്യായം 73 എന്താ പറയുന്നത്? നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ, മാർഗദർശനം ലഭിച്ചിട്ടുള്ള ആളുകൾ, അവരാണ് നിങ്ങളുടെ റോൾ മോഡൽ അല്ലേ? ആ പ്രവാചകൻ ബദർ യുദ്ധത്തിന്റെ സമയത്ത് ആരോടാ ദുആ ചെയ്ത്? ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. നോക്ക് നിങ്ങൾ, 8 അധ്യായം 9 വചന. സഹാബത്ത് ബദരീങ്ങള് അള്ളാഹിനോട്, അള്ളാഹിന്റെ റസൂല് കൈ ഇങ്ങനെ ഉയർത്തിന, എന്നിട്ട് റസൂലിന്റെ കക്ഷത്തിലെ വെള്ള കണ്ടു. റസൂലിന്റെ കക്ഷത്തിലെ വെള്ള കാണുമാറ് കൈപൊന്തിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് പിറകുന്ന നബിയെ അങ്ങനെ വാരി പുണർന്നിട്ട് ചോദിച്ചു അത്രേ, നബിയെ അള്ളങ്ങളെ സഹായിച്ചിട്ടില്ല, ആരാ സഹായിക്കാം? അള്ളാഹിനോട് ഇസ്തിഹാസ നടത്തി. അപ്പൊ അള്ളാഹ് ദുആ കബൂൽ ചെയ്തു. ചിന്തിക്കുക. ഉദൂ റബ്ബക്കും തളർറുഅൻ വഖുഫിയ. 7 അധ്യായം 55 വചനം. പ്രതീക്ഷയോടെ, ഭയപ്പാടോടെ അള്ളാഹിനെ വിളിക്കാനാ പറയുന്നത്. ഈ കൗമോ ചെറിയ കുട്ടികളെ വരെ ഇരുത്തി ഈ കൗമ പറയുന്നത് എന്താ? ഞങ്ങളെ നോക്കണം ശൈഖോരേ. കേട്ടില്ല നിങ്ങൾ? ഒരു മൊയ്ലിയാർ ഇങ്ങനെ കുത്തിരിട്ട്, ഞങ്ങളെ നോക്കണം ശൈഖോരേ, ഞങ്ങളെ കാക്കണം മടവൂരേ, ഉങ്ങളെ തുണയല്ലാത്തൊരു തുണയും ഞങ്ങളിലില്ല ശൈഖോരേ. പച്ച ശിർക്ക് ചെറിയ മക്കളെ കൊണ്ട് പഠിപ്പിക്കുക. ലുക്മാനിലാക്കി മകനെ മടിയിൽ ഇരുത്തിയിട്ട് പഠിപ്പിച്ചതോ, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇന്ന ശിർക ലദുൽമുൻ അദീം. ലുക്മാനിലാക്കി മടിയിൽ ഇരുത്തിയിട്ട് തൗഹീദ് പഠിപ്പിക്കുക. 31 അധ്യായം 13. മൊയ്ലിയാർ മടിയിൽ ഇരുത്തിയിട്ട് കുട്ടികളെ ശിർക്ക് പഠിപ്പിക്കുക. മനസ്സിലായോ? സമസ്തയുടെ മദ്രസിലൊക്കെ കുട്ടികൾ പോകുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കുക, ആലോചിക്കുക, പറഞ്ഞേക്കണോ വേണ്ടേ എന്ന്. അള്ളാഹിനോട് ഇത്രമേൽ നന്ദികേട് കാണിച്ചൊരു സമൂഹം വേറെ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടുത്തെ ഇതര മതക്കാർക്ക് ഇത് മനസ്സിലാകായിട്ടാ.
ഞാൻ എത്രയോ അമ്പലത്തിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഇസ്ലാമിലേക്ക് വന്ന മനുഷ്യന്മാരെ എനിക്കറിയാം. അവരെ വേദഗ്രന്ഥത്തിൽ പോലും ഉദാഹരണം അറിഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞവരെനിക്കറിയാം. പക്ഷെ മുസ്ലിം സമുദായം, ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു, മൊയ്ലിയാർക്ക് മാത്രം ഒലമ്പളകി. ഒരു സ്വാമിജി വരെ മുന്നിൽ വന്നിരുന്ന് കേട്ടു, അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പോയി. മൊയ്ലിയാർ സക്കാഫി പ്രശ്നം ഉണ്ടാക്കുക. സക്കാഫി എന്ന് പറഞ്ഞാൽ സംസ്കാരമുള്ളൂ എന്നാ, ഒരെണ്ണത്തിനതിട്ട് കാണുന്നില്ല. എന്തോ ഒരു ഭയാനകമാണത്. ചിന്തിച്ചു നോക്കി നിങ്ങൾ. സഹോദര, ശരിക്കും മനസ്സിലാക്ക് സഹോദര. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ക്ലിപ്പ് ഒന്നുകൂടെ കേട്ടോ. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തയ്യാറ്, സ്വീകരിക്കണേ തയ്യാറ്, കബൂൽ ചെയ്യണേ തയ്യാറ്, ഇജാബത്തുള്ള മജ്‌ലിസാകണേ തയ്യാറ്, തങ്ങളെ ഏറ്റെടുക്കണേ തയ്യാറ്. ഈ മജ്‌ലിസ് ഏറ്റെടുക്കണേ തയ്യാറ്, സ്വീകരിക്കണേ തയ്യാറ്, കബൂൽ. എത്ര ദയനീയമാണല്ലേ. മമ്പർ ഞങ്ങളോട്, ഈ മമ്പർ ഞങ്ങൾ എപ്പോഴോ മരിച്ചു, ഈ ഖബറിലാണ്. ആ മമ്പർ ഞങ്ങളോട് പറയാ ഞങ്ങളെ മജ്‌ലിസ് ഏറ്റെടുക്കണേ. അപ്പം ആ മജ്‌ലിസിൻ്റെ കൂലി നൽകുന്ന മാലിക് യൗമിദ്ദീൻ ആരാ? മമ്പർ ഞങ്ങൾ. ഇവരെ മതം ഏതാന്ന് ചോദിക്കേ, ഉറക്കെ ചോദിക്ക്. നിങ്ങളുടെ മതം ഏതാണ്? നിങ്ങൾ പഠിച്ച ദീൻ ഏതാണ്? ഏത് ഖുർആനിന്റെ വചനമാണ്? ലാ ബുർഹാന ലഹു ബിഹി, ഒരു തെളിവുമില്ല. അല്ലല്ലാത്തോലെ വിളിക്കാൻ അല്ല 23-ാം അധ്യായം 117 പറഞ്ഞത്. മമ്പർ ഞങ്ങളോട് ദുആ ചെയ്യുക. ഇവരെങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരായി? ഏത് ദീനാണിത്? ഏത് പ്രവാചകനാണ്? നോക്കൂ, പരിശുദ്ധ കഅബാലയം പടുത്തുയർത്തി. റബ്ബനാ തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ കഅബാലയം ഏറ്റെടുക്കണേ റബ്ബേ. നിസ്കാരം കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ സ്വീകരിക്കണേ. ഖുത്ബ കഴിഞ്ഞാൽ റബ്ബനാ തഖബ്ബൽ മിന്നാ. ഇവിടെ പറയുന്നതോ മമ്പർ ഞങ്ങളെ ഏറ്റെടുക്കണേ എന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതൊരു പുതിയ മതമാണ്, കാന്തമതം എന്നതിന് പേര്. 18 കൊല്ലം മുമ്പാണ് ഞാൻ കാസർഗോഡ് കാന്തപുരത്തിൻ്റെ മതം. ഞാൻ ആ വിഷയം അവതരിപ്പിച്ച മുജാഹിദുകൾ എന്നെ കുറ്റപ്പെടുത്തി. ആ പേരിടണോ എന്ന് ചോദിച്ചു. 15 കൊല്ലം മുമ്പ് മനസ്സിലായ കാര്യം 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് പലർക്കും മനസ്സിലാകുക. എന്നിട്ട് നാട്ടുകാർ പറയും അന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ശരിയായിരുന്നു. മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇതെന്താ വേഗം ക്ലിയറാകുന്നത്? ഖുർആൻ വെറുതെ വായിക്കും എല്ലാ ദിവസവും. അത് തന്നെ, വേറൊരു പ്രത്യേകതയില്ല. എന്നും അള്ളാഹിൻ്റെ ഖുർആൻ വായിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനവും കിട്ടൂല. അങ്ങനത്തെ ഒരവസ്ഥ. ഖുർആൻ നോക്കുമ്പോൾ, എന്നിട്ട് മുസ്ലിങ്ങളെ നോക്കും, ഞാൻ മുജാഹിദുകളെ നോക്കും. KNM ഖുർആൻ വായിച്ച് നോക്കി, ഒരു പേച്ചിട്ടുണ്ടെന്ന് തോന്നി, ഞാൻ അതിൽ നിന്ന് കൂടെ ഇറങ്ങി. മർക്കസ് സഭക്കാരായിട്ട് വിട്ടു. ജക്കരിയ സുലൈ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാദത്തിൽ ചില തെറ്റുവണ്ണി തിരിച്ചിറങ്ങി. ഇനി നാളെ ഇവിടെ ഇരിക്കുന്നോല് മൊയ്തുക്ക എനിക്ക് പ്രിയങ്കരനാണ്, അഷ്റഖ പ്രിയങ്കരമാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അവർക്ക് തെറ്റിയാൽ നമ്മളിറങ്ങും. കാരണം ഖുർആൻ നോക്കുന്നുണ്ട്, സുന്നത്ത് നോക്കുന്നുണ്ട്. അത് നോക്കുമ്പോൾ അതിനനുസരിച്ചാണോ ഒരാൾ നമ്മൾ ഓരോ കൂടെ ഉണ്ടാവും, അതിനനുസരിച്ചല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോരും. കാരണം സ്വർഗ്ഗമാണ് പ്രധാനം. മനസ്സിലായോ? ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത് മുഴുവനും പച്ച ശിർക്കാണ്. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഈ പ്രഭാഷണം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇനി നിങ്ങൾ നോക്കൂ, ഇതിൽ അടുത്ത് പറയുന്നതാ കൊടുത്ത കഴിവെന്ന് തേടുന്നു. കൊടുത്ത കഴിവെന്ന് തേടുന്നു. കൊടുത്ത കഴിവെന്ന് തേടുന്നു. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് ഖുർആനിൽ നിന്ന് പഠിപ്പിച്ചു തരാം. ഇത് കൊടുത്ത കഴിവ്. മരിച്ചുപോയവർക്ക് അള്ള കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ലേ? അള്ള എന്താ പറയുന്നത്? ഞാൻ ഈ നാട്ടുകാരോട് ചോദിക്കുന്നൊരു ചോദ്യം. അള്ള കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ, ഔള്ള മുസ്ലിയാർ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുമെങ്കിൽ, ഇതിലാരാ നുണ പറയുന്നത്? അള്ളയാണോ മൊയ്ലിയാരാണോ? നിങ്ങൾ മനസ്സുകൊണ്ട് കൊടുക്ക്. ഇപ്പോൾ അള്ള കൊടുത്തിട്ടില്ല എത്രത്തോളം അറിയോ? ഒരു മിസ്കാല ദർറത്ത്, അണുത്തൂക്കം. അണു എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റാത്തതാ. അണു എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായ സംഗതി ഉപയോഗിച്ച് കാണാൻ പറ്റുന്നൊരു സാധനം അണു. ആ അണുത്തൂക്കം അതായത് നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റാത്ത അത്രയും. ഒരു സൂചി മനുമ്പില്ലേ, സൂചി എടുത്തിട്ട് അതിൻ്റെ ഏറ്റവും മനുമ്പ് മൂർച്ചുള്ള ഭാഗം അതിൻ്റെ ഏറ്റവും അറ്റൊരു പൊടിയായിരിക്കും. അതുപോലും കഴിവ് മൊയ്തീൻ ശൈഖിനോ മമ്പർ നങ്ങൾക്കോ ഉള്ളാള നങ്ങൾക്കോ CM ഇടവൂരിനോ കൊടുത്തിട്ടില്ല എന്നാണ് അള്ള ഖുർആനിൽ പറയുന്നത്. എന്നിട്ടും പറയുന്നത് കൊടുത്ത കഴിവ്. കൊടുത്ത കഴിവെന്ന് ചോദിക്കുന്നു എന്ന് തന്നെയായിരുന്നു മക്കാ മുശ്രിക്കുകളും പറഞ്ഞത്. അപ്പോഴും റസൂൽ പറഞ്ഞു വൈലക്കും നിങ്ങൾക്ക് നാശ. അള്ള കൊടുത്ത കഴിവെന്നുള്ള നിങ്ങളെ വാദം നരകത്തിലേക്കാണെന്ന് റസൂല പറഞ്ഞേ. മുജാഹിദ് ബാലുശ്ശേരി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, KM മൗലവി അല്ല, മുക്കം ഫൈസിയാണ് നേരത്തെ സംസാരിച്ചത്. ഇപ്പോഴത്തെ വിവാദ നായകൻ മുക്കം ഫൈസി. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ സംസാരം ഞങ്ങളിപ്പോൾ കേട്ട്
ഇത് കെ മൗലവിനെ കുറിച്ച്. കെ മൗലവി എന്താ ചെയ്ത്? കെ മൗലവി ചെയ്ത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കറിയാം, ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കറിയാം. ബ്രിട്ടീഷുകാരോട് സ്വാതന്ത്ര്യത്തിന് പോരാടി, അതിനുവേണ്ടി ഒരുപാട് പീഡനം അനുഭവിച്ചു, ജയിലിൽ പോയി. നിങ്ങളോ ബ്രിട്ടീഷുകാർ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു. വേറെ എന്താ ഉണ്ടായത് പറയാം. ആ ഭാഗമൊക്കെ പറയാനെ കുറച്ച് കൂടുതൽ പറയേണ്ടി വരും. പോട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് മടങ്ങുന്നു. കേട്ടോ, ഒന്നാമത്തെ കാര്യം കേട്ടോ, കഴിവ് കൊടുത്തു എന്നാണോ അല്ല പറയുന്നത്? നമ്മൾ നോക്കുക. എല്ലാവരുടെ കയ്യിലുള്ള ഖുർആനിലും 17-ാം അധ്യായം ഉണ്ടല്ലോ, സൂറത്ത് ഇസ്രാ. അതിൻ്റെ 56, 57 വചനം ഒന്ന് കേട്ടോ, നോക്കിക്കേട്ടോ. കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. രണ്ടായത്താണ് ഇനി അർത്ഥം. നബിയെ പറയുക ആരോട്? അക്കാലത്തെ സമസ്തക്കാരോട്. അന്നത്തെ സമസ്തയുടെ മുന്തിയ നേതാവ് അബൂജഹൽ. അബൂലബൊക്കെ 10 മാറ്റി. ഞാൻ നേരത്തെ കാണിച്ച ആളെപ്പോലെ കൂട്ടിട്ട ആളായിരുന്നു. തലപ്പാവ് ഉണ്ടായിരുന്നു, കറുത്ത തലപ്പാവ്, വെള്ളത്തലപ്പാവ് ഒക്കെ ഒരുക്കുണ്ടായിരുന്നു. കേട്ടോളി, നബിയെ പറയുക, അല്ലാഹുവിനെ നിങ്ങൾ ഇലാഹുകളെന്ന് വാദിച്ചു പോരുന്നവരെ നിങ്ങൾ വിളിച്ചു നോക്ക്. നിങ്ങളിൽ നിന്ന് ഉപദ്രവം നീക്കുവാനോ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തുവാനോ ഉള്ള കഴിവ് അവരുടെ അധീനത്തിലില്ല. അവരുടെ അധീനത്തിൽ ഉണ്ട് എന്നല്ല, ഇല്ല. 17-ാം അധ്യായം 56. തൊടാനുള്ള ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഇത് വന്നിട്ട് ഇവിടെ വിശദീകരിച്ചു തൊടാൻ അവകാശമില്ല. സമസ്തക്കാരെ, നിങ്ങൾക്ക് കഴിവില്ല എന്നാ. ഉപദ്രവം നീക്കാനുള്ള കഴിവില്ല, നിങ്ങളുടെ അവസ്ഥക്ക് മാറ്റം വരുത്താനുള്ള കഴിവില്ല. ഇപ്പം എന്താ പറഞ്ഞ്? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ നോഡൽ സിറ്റിൻ്റെ എല്ലാ കാര്യവും ശരിയായി. അപ്പം ഞാൻ പറയാണ്, അബ്ദുൽ ഹക്കീം ഖുത്ബ നടത്തുന്നുണ്ട്, അറബിയിൽ സംസാരിക്കുന്നുണ്ട്, ഇംഗ്ലീഷ് എന്ത് സംസാരിച്ചിട്ടെന്താ? ഖുർആൻ വായിച്ചിട്ടില്ല. അതാണ്, എന്ത് വായിച്ചിട്ട് ഖുർആൻ വായിക്കേണ്ട പ്രകാരം ഹഖ തിലാവത്ത് നടത്തിയിട്ടില്ല. ഉറപ്പാണ്, എനിക്ക് ഉറപ്പാണ്. അത് നടത്തിയ എങ്ങനെ ആവൂല. എന്താ അല്ലാഹു ഇവിടെ പറഞ്ഞേ? കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനി ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന. അടുത്ത വാചകം എന്താ അറിയോ? അവർ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയാണോ അവർ വിളിക്കുന്ന ആ നേതാക്കന്മാർ, അവർ തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം പ്രതീക്ഷിക്കുന്നവരും അവനെ പേടിക്കുന്നവരും അവങ്കിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരും അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരും അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരുമാണ്. എങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ അവരെ വിളിക്കും? അവരെ തന്നെ സ്ഥിതി ഇതാണ്. പിന്നെ എങ്ങനെ? ഞാൻ ചോദിക്കും, ഈ 2 വചനം വായിക്കുന്ന ഒരു സമസ്തക്കാരൻ്റെ കൽബ് എന്തായിരിക്കും? അഷ്റഫ്, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇതിൻ്റെ കൂലി, ഇതിൻ്റെ പുണ്യം എത്രയാണ് നിങ്ങൾ വിചാരിച്ചു? ഈ സ്റ്റേജിൻ്റെ പുണ്യം എത്രയാണ് നിങ്ങൾ വിചാരിക്കണേ? ഈ സമ്മേളനത്തിൻ്റെ പുണ്യം എത്രയാണ് നിങ്ങൾ വിചാരിക്കണേ? ഈ ഖുർആൻ വചനം ഈ നാട്ടുകാർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ലേ? ഈ അന്തരീക്ഷത്തിൽ ഈ വചനം കേട്ടില്ലേ? ഇവിടുത്തെ പിശാചുക്കൾ ഓടിപ്പോയില്ലേ? ഇത് നാളെ മഹ്ശറിൽ സാക്ഷിയാവൂലേ? തമാശക്കളിയാണോ മതെന്ന് പറയുന്നത്? അടുത്ത വാചകം കേട്ടോ, ഒരു വചനം പറഞ്ഞു. 17-ാം അധ്യായം 56, 57. മുജാഹിദുകൾ നോട്ട് ചെയ്തോ. അടുത്തത് 34-ാമത്തെ അധ്യായം 22-ാമത്തെ വചനം. അത് അപാരമാണ്. ആ വചനത്തോടു കൂടി ഈ വിഷയം ഇവിടെ പൂർത്തിയാവണം. അതെന്താ കേട്ടോളി? കുല്ലിദുല്ലദീന സഅംതും മിൻ ദൂനില്ലാ ലാ യംലികൂന മിസ്കാല ദർറ. മുലൂക്കിയത്ത് എന്ന് രാജാതി യംലികൂന ഉടമപ്പെടുത്തുക. ലാ യംലികൂന എന്ന് പറഞ്ഞാലോ ഉടമപ്പെടുത്തുകയില്ല. എന്ത്? മിസ്കാല ദർറ, ഒരണുമണി തൂക്കം അവര് കഴിവ് ഉടമപ്പെടുത്തിയിട്ടില്ല. ഫിസ്സമാവാതി വലാ ഫിൽ അർളി വമാ ലഹും ഫീഹിമാ മിൻ ശിർകിൻ വമാ ലഹും മിൻഹും മിൻ ലഹീർ. ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുത്തൂക്കം കഴിവ് ഒരു മരിച്ചുപോയ ഔലിയും വിധേയപ്പെടുത്തിയിട്ടില്ല. ഇനി ഇതിനേക്കാൾ കവിഞ്ഞ എന്താ വേണ്ടത്? അള്ളാന്റെ ഗ്രന്ഥത്തിൽ 34-ാം അധ്യായത്തിൽ 22-ാമത്തെ വചനത്തിൽ സമസ്തക്കാരെ ഒരു മിസ്കാല ദർറത്ത് കഴിവ് മൊയ്തീൻ ഷെയ്ഖിന് കൊടുത്തിട്ടില്ല എന്നല്ല പറയുന്നത്. ഈ ആയത്തിറങ്ങുമ്പോൾ ഉസൈർ നബീനെ വിളിച്ചവരവർ, ഈ ആയത്തിറങ്ങുമ്പോൾ ഈസാ നബീനെ വിളിച്ചവരവർ, ഈ ആയത്തിറങ്ങുമ്പോൾ മറിയം ബീവിനെ വിളിച്ചവരവർ, ഈ ആയത്തിറങ്ങുമ്പോൾ ഇബ്രാഹിം നബിയെ വിളിച്ചവരവർ, ഈ ആയത്തിറങ്ങുമ്പോൾ പല മഹാന്മാരെയും മഹദികളെയും വിളിച്ചവരവർ. ആ സമയത്ത് അല്ല പറയുന്നത്, ആ വിളി ഉത്തരം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ലേ, അവർ കേൾക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ. ഒരു മിസ്കാല ദർറത്ത് കഴിവ് ഞാൻ അവർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ കഴിവുണ്ട് എന്ന് പറയാം? രണ്ടായത്ത് അടുത്ത കേട്ടോളി. ഒരു ഹദീസും ഞാൻ പറയും, അതോടുകൂടി സമസ്ത ഫിനിഷാവും. ഈമാനുള്ളവർക്ക് ഷഹാദത്ത് കലിമ ചൊല്ലി വിസ്തത്തിലേക്ക് വരാം. അങ്ങനെ പറയുന്നുണ്ട്, ആരും തെറ്റിദ്ധരിക്കരുത്. അടുത്ത വാചകം, യാ അയ്യുഹന്നാസു ലിമ മസലും ഫസ്തമിഊ ലഹു
ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനി ലൻ യഖ്ലുഖൂ ദുബാബാ. അല്ലാഹു പറ മനുഷ്യരെ ഒരു ഉദാഹരണം വിവരിക്കുന്നു, നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കുക. തീർച്ചയായും അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല, ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുകയില്ല. ലൻ യഖ്ലുഖൂ ദുബാബാ. ഒരു ഈച്ചയെ സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്കില്ല. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 73-ാമത്തെ വചനം. അടുത്ത വാചകം കേട്ടുളികൾ. അല്ലാഹു പറയാട്ടോ, സൂറത്ത് ഫാത്തിറിലാണ് 13-ാമത്തെ വചനം. അതിൽ പറയണെന്നറിയോ? യുലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശക്കറ ശംസ വൽ ഖമറ കുല്ലു യജ്രി ലിഅജലിൻ മുസമ്മാ ദലികുമുല്ലാഹു റബ്ബുകും ലഹുൽ മുൽക് വല്ലദീന തദ്ഊന മിൻ ദൂനി മാ യംലികൂന മിൻ കിത്മീർ മാ യംലികൂന മിൻ കിത്മീർ. ഖുർആനിലെ 35-ലെ 13-ാമത്തെ വചനാവധി 13-ാമത്തെ വചനാവധി ഞാൻ നിങ്ങൾക്ക് റസൂല് പഠിപ്പിച്ച പോലെ ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ഇതൊരു ഈത്തപ്പഴമാണ്. അല്ലാഹു ഉപയോഗിച്ച പദം പറയുന്നത് ഖുർആനിലെ 35-ാം അധ്യായം. ഇതിൻ്റെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ഈ ഈത്തപ്പഴം ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കുരുവിൽ ഒരു പാട കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ഇപ്പം ഇതാ ഈ പാടുണ്ടല്ലോ, ഇതാ ഇങ്ങോട്ട് നോക്കിക്കോളേ. ഈ പാട ഇതിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന ഉണങ്ങിയ പൊളിഞ്ഞു കാണുന്ന പാടല്ലേ, മാ യംലികൂന മിൻ കിത്മീർ. ഈ ഈത്തപ്പനക്കുരുവിൻ്റെ പാട പോലും ഈ മഹാന്മാര്, മരിച്ചുപോയ മഹാന്മാർ അധീനപ്പെടുത്തിയിട്ടില്ല. എന്നിട്ടും മനസ്സിലാകാതെ സഖാഫത്ത് സുന്നിയ നടത്തുന്നുണ്ടെങ്കിൽ ജാഹിലുകളെ നടത്തിക്കൊള്ളി. കഴിഞ്ഞ് പഠിപ്പിക്കൽ കഴിഞ്ഞ്. ഒരു ഈത്തപ്പനക്കുരുവിൻ്റെ പാട പോലും ഒരു മമ്പറന്തങ്ങൾക്കും ഒരു ഉള്ളാളന്തങ്ങൾക്കും അധീനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് 4 ഖുർആനിക വചനങ്ങളിലൂടെ 17-ാം അധ്യായം 56, 57, 34-ാം അധ്യായം 22, അതുപോലെ വിശുദ്ധ ഖുർആനിലെ 22-ാം അധ്യായം 73, വിശുദ്ധ ഖുർആനിലെ 35-ലെ 13-ലൂടെ അല്ലാഹു പഠിപ്പിച്ചിട്ട് ഞങ്ങൾക്കിത് മനസ്സിലായി. നിങ്ങൾക്ക് എന്താ മനസ്സിലാത്തത്? ഞങ്ങൾക്കിത് മനസ്സിലായി. ഒരു ജിന്നിനും ഒരു ഇൻസിനും ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നൊരു തേട്ടത്തിന് അർഹതല്ല. ഇതാണ് ഇസ്ലാം. മനസ്സിലാക്കിക്കൊള്ളി. ഇനി മനസ്സിലാക്കേണ്ടെന്നറിയോ? നമ്മളതിൽ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ഇനി വന്നിട്ട് അത് നമ്മൾ ആ റേഞ്ചിലാവണം. ആ റേഞ്ചിൽ നമ്മൾ വിളിച്ചാൽ മുമ്പിൽ വിളിയേക്കും. അതൊരു ഇലാഹിയായ ഒരു റേഞ്ചാണത്. ആ റേഞ്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിട്ടായിരിക്കും അവർ ആ വിളി കേൾക്കുന്നതും. ആ വിളിയുടെ വിളിക്കനുസരിച്ചുള്ളതായ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിട്ട് അവർ കൈകാര്യം ചെയ്യും. സൃഷ്ടികൾക്ക് ഇബാദത്ത് ചെയ്താൽ അത് ശിർക്കാണ്. അത് യഥാർത്ഥ തൗഹീദിന് വിരുദ്ധമാണ്. സൃഷ്ടികളെ വിളിച്ച് ആദ്യത്തെ ക്ലിപ്പ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ക്ലിപ്പാണ്. EK സുന്നികളുടെ ഇന്ന് നിലനിൽക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ക്ലിപ്പാണ്. അയാളെ പറയുന്നത്, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതെ ഉത്തരം ചെയ്യും ഞാനെന്നോവർ. ഉത്തരം ചെയ്യണേ കഴിവ് വേണ്ടേ? വേണം. 500 രൂപ ചോദിച്ചാൽ കൊടുക്കണേ, പോകട്ടെ എടുത്തു കൊടുക്കാനൊക്കെ കഴിവ് വേണം. ഇവിടെ പറയുന്നത് എന്താണ്? മരിച്ചുപോയ മൊയ്തീൻ ശൈഖിനെ വിളിച്ചാൽ, മമ്പറന്തങ്ങളെ വിളിച്ചാൽ, ആ എവിടെ നിന്നാണോ വിളിക്കുന്നത് ആ ഉത്തരം അപ്പം തന്നെ ചെയ്യുന്ന, വായ്പൂടാതെ ഉത്തരം. ഇത് തന്നെ ഖുർആനിക വിരുദ്ധാണ്. കാരണം അല്ലാഹു പറയുന്നത്, വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. സൂറത്ത് ബഖറ 186. നിങ്ങൾ എന്നോട് വിളിച്ചോ ഞാൻ ഉത്തരം ചെയ്യും. എപ്പെന്ന് പറഞ്ഞോ? വായ പൂടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞോ? ഇല്ല, അല്ലാഹു പറഞ്ഞില്ല. ഇവർ പറയുന്നത് മൊയ്തീൻ ശൈഖ്. ഇവിടെയാണ് ഇത് ഇസ്ലാം പഠിപ്പിച്ചതല്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിച്ചോട്ടെ, ഈ സമസ്തക്കാർ പറയുന്നതൊന്നും ഖുർആനിലില്ല. അതെന്തല്ലാത്ത ഖുർആനിന് ശേഷം ഇറങ്ങിയത് മതമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, അൽയൗമ അക്മൽതു ലക്കും ദീനകും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. സൂറത്ത് മാഇദ 5-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. ഇന്നേ ദിവസം ദുൽഹജ്ജ് 9-ന് ദീൻ ഇവിടെ പൂർത്തിയായി. എന്നിട്ട് ഇമാം മാലിക് പറയാണ്, ദുൽഹജ്ജ് 9-ന് എന്താണോ ദീൻ അത് ലോകാവസാനം വരെ ദീനാണ്. അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല. അപ്പം എൻ്റെ ചോദ്യം എന്താ അറിയോ? ഏതെങ്കിലും ഒരു നബി മരണപ്പെട്ടതിന് ശേഷം ആ നബീനെ വിളിച്ച് സഹായം തേടി അത് അല്ലാഹു അംഗീകരിച്ച ഒരു ഖുർആനിക വചനം
114 അധ്യായത്തിൽ നിന്ന് കൊണ്ടുവരാൻ ധൈര്യമുള്ള സകല മുസ്ലിയാക്കന്മാരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആധികാരിക വേദിയിൽ വെച്ച് ഒരൊറ്റൊന്ന്. ഇനി നിങ്ങൾ കേൾക്കണ്ടേ, നമ്മളൊക്കെ എന്താ ഹാദാ സാധാരണ വീട്ടിലും ജീപ്പിലും ഒക്കെ എഴുതി തൂക്കുന്നൊരു വാചകല്ലേ, ഹാദാ മിൻ ഫളിൽ റബ്ബി. എന്താ ഇത് എൻ്റെ റഹ്മാനായ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. എന്നാ ഇവർ സമസ്തക്കാർ അബ്ദുസ്സമദ് സഖാഫി പറയണ എന്താ അറിയോ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എന്ത് നിഅമത്തുണ്ടോ അതൊക്കെ തരുന്നത് സി എം മടവൂരാണ്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് എന്ത് നിഅമത്തുണ്ടോ അതൊക്കെ തരുന്നത് മൊയ്തീൻ സി എം മടവൂരാണ്. ക്ലിപ്പ് നട്ടവനെ ആഖിറുസ്സമാനിലെ ചണ്ടിച്ചവറുകളായ എനിക്കും നിങ്ങൾക്കും ദുനിയാവും തരാനുള്ളത് ശൈഖുനയാണ്, ആഖിറവും നൽകാൻ സാധിക്കുന്നവർ ശൈഖുന തന്നെ. നമ്മുടേതായി നമ്മുടെ കരങ്ങളിൽ ഒന്നുമില്ല. എന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എന്ത് ഖൈറുകളുണ്ടോ, എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, എല്ലാം മടവൂരിൽ നിന്നാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവനെ പറ്റി ഒറ്റ വാചകം പറയാം, അല്ലെങ്കിൽ എൻ്റെ ഈമാൻ ദുർബിച്ചു. ആകാശത്തിൻ്റെ ചുവട്ടിൽ ആദം സന്തതികളുടെ കൂട്ടത്തിൽ ഇവനെപ്പോലെ കൽബിൽ കുഫർ കയറ്റിയ ഒരു ഫിറൗനും ഭൂമുഖത്തുണ്ടായിരുന്നില്ല. അപ്പം മർക്കസ് കാവത്ത് സുന്നിയെ പഠിച്ചൊരുത്തനാ. ഇവൻ്റെ വാചകത്തിൻ്റെ ഗൗരവം ഇവൻ അള്ളാഹ് ശിക്ഷിക്കാത്ത എന്തുകൊണ്ടറിയോ, അള്ളാഹിൻ്റെ ഖുർആനിൽ പറഞ്ഞിട്ട് ഭൂമുഖത്ത് ഇവനൊക്കെ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ അപ്പം പിടിച്ച് ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഒരു ജന്തു പോലും ഉണ്ടാകുമായിരുന്നില്ല. ഞാനൊരു നിശ്ചിത അവധി വരെ വിട്ടുകൊടുക്കുന്നു. ഖുർആനിലെ 16-ാം അധ്യായം 61-ാമത്തെ വചന. ചിന്തിച്ചു നോക്കി നിങ്ങൾ. ഇവനൊക്കെ അള്ളാഹ് വെറുതെ വിടുവോ? ദുനിയാവിലും ആഖിറത്തിലും എന്ത് നിഅമത്തുണ്ടോ, എന്തൊക്കെ ബർക്കത്തുണ്ടോ, എത്ര വലിയ കുഫ്റാണത്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് സിംഹാസനം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്തറിയോ, ഹാദാ മിൻ ഫളിർ റബ്ബി ലിയബ്ലുവനി അഷ്കുർ അം അക്ഫുർ. ഇതെന്റെ റബ്ബിന്റെ നിയമത്താണ്, ഞാൻ നന്ദിയുള്ളവനാണോ നന്ദി കെട്ടവനാണോ എന്നറിയാൻ. ഒരു ഖുർആന്റെ വചനം 27-ാം അധ്യായം 40. അടുത്ത ഖുർആന്റെ വചനം, വൈദ് തഅദ്ദന റബ്ബുക്കും ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. 14-ാം അധ്യായം 7-ാമത്തെ വചനം. അതിൻ്റെ അർത്ഥം എന്താ അറിയോ, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് നിയമത്ത് നൽകി. അള്ളാഹ് പറയാണ്, അതിന് നന്ദി കാണിച്ചാൽ ഞാൻ വർദ്ധിപ്പിച്ചു തരും, എന്നോട് നന്ദി കേട് കാണിച്ചാൽ ഞങ്ങൾ ശിക്ഷിക്കും. അപ്പം നിയമത്താരാതെന്ന് അള്ളയാണ്. ഇസ്ലാമാകുന്ന നിയമത്ത് അള്ളാഹ് തന്നു. 5-ാം അധ്യായം 3-ാമത്തെ വചനം. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്കണേ, പ്രവാചക തിരുമേനി നമ്മളോട് നിയമത്തിന് വേണ്ടി നന്ദി പറയാൻ പറഞ്ഞ ആരോടാ? സി മടവൂരിനോടാ? ഈ മാത്രമല്ല, യൂസുഫ് നബീൻ്റെ ദുആ എന്താ? യൂസുഫ് നബി എങ്ങാനെന്ന് ജീവിച്ചിരുന്ന എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ സഖാഫിൻ്റെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊരവള്ളി പൊട്ടിച്ചുകളായിരുന്നു യൂസുഫ് നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ. ഞാൻ പറയേ, അതായത് ഉമർ ബിൻ ഖത്താബ്, അബൂബക്കർ സിദ്ദീഖ് ഇന്ന് വരികയാണെങ്കിൽ ഇവിടുത്തെ സമസ്തക്കാരുമായിട്ടായിരിക്കും ബദർ. ഇവിടുത്തെ സമസ്തക്കാരുമായിട്ടായിരിക്കും ബദർ. ഉറപ്പിച്ചോളി നിങ്ങൾ. ഇസ്ലാം പഠിച്ചിട്ട് മനസ്സിലായിക്കോളി, മനസ്സിലാക്കണം നിങ്ങൾ. യൂസുഫ് നബീൻ്റെ പ്രാർത്ഥന എന്താ കേട്ടോളി നിങ്ങൾ. റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി വഅല്ലംതനീ മിൻ തഅവീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർളി അൻത വലിയ്യി ഫിദ്ദുനിയാ വൽആഖിറ തവഫനി മുസ്ലിമൻ വഅൽഖിനി ബിസ്സാലിഹീൻ. 12-ാം അധ്യായം 101-ാമത്തെ. റബ്ബിക്കദ് ആതൈതനീ മിനൽ മുൽക്കി, രാജാധികാരമെന്ന നിയമത്ത് നീ എനിക്ക് നൽകി, സ്വപ്നവ്യാഖ്യാനമെന്ന നിയമത്ത് നീ എനിക്ക് നൽകി. എന്നിട്ട് പറയുന്നത് അൻത വലിയ്യി ഫിദ്ദുനിയാ വൽആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എൻ്റെ രക്ഷാധികാരി നീയാണ്. സഖാഫിയോ, ദുനിയാവിലും ആഖിറത്തിലും രക്ഷാധികാരി സി എം മടവൂരാണ്. കുഫ്റാണടോ, പച്ച കുഫ്റാണ്. ഞാൻ ആരെയും കാഫിർ മുശ്രിക്ക് എന്ന് വിളിക്കുന്നില്ല, പച്ച ശിർക്കാണത്, പച്ച കുഫ്റാണത്. മനസ്സിലാക്കിക്കോളി. ഇസ്ലാമല്ല ഇത്. ഖുർആനുമായി കേരളത്തിൽ ഏതെങ്കിലും ഒരു സമൂഹത്തിന്, ഹൈന്ദവർക്ക് പോലും ഖുർആനായിട്ട് ബന്ധമുണ്ടാവും, പക്ഷേ ഈ ജനതയ്ക്കില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി. ഞാൻ വെറുതെ പറയണല്ല, അത്ര ബേജാറും വിഷമവും ദുഃഖവും ഉണ്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ. ഇതൊക്കെ പ്രസംഗിച്ചിട്ട് കേട്ടുകൊടുക്കണില്ലേ? അനല്ലാന്ന് സി എം മടവൂർ പറഞ്ഞിട്ടുണ്ട് എന്ന് പ്രസംഗിച്ച മൊയ്ലിയാറില്ലേ? പടച്ചോനാണേ അതൊരു ഇഷ്ടത്തിലൊരുത്തനാണെങ്കിൽ ഓൻ്റെ മയ്യത്ത് സ്കരിക്കുക അല്ലാതെ ഓനെപ്പൻ ഭൂമുഖത്ത് ജീവിക്കാൻ വിട്ടേക്കരുതോനെ. മനസ്സിലായോ? ഞാൻ പറയണത് എത്രമേൽ വലിയ കുഫറാണ്. ആകാശ് ഭൂമി പിളർന്ന് മുക്കിക്കളയേണ്ട കുഫറാണ് ഈ പറയുന്നത്.
ഇത് ഇസ്ലാമല്ല കൂട്ടരെ, സമസ്ത എന്ന് പറഞ്ഞാൽ ഇസ്ലാമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലായിക്കോളൂ, അത്ര ഭീകരമായ ഗുരുതരമായ ശിർക്കും കുഫറുമാണ് ഈ സമൂഹത്തിൽ. ഇത് ഇത്ര ഗൗരവത്തിന് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ റബ്ബെന്നെ ഏൽപ്പിച്ച ചുമതല. അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹ് വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ് വകഫാ ബില്ലാഹി ഹസീബ. അതിൻ്റെ അർത്ഥം എന്താ അറിയോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ഒരാൾ അള്ളാഹനല്ലാത്ത വേറൊരാളെയും പേടിക്കരുത്. ഒരാളെയും നിങ്ങളെ വിചാരണ അള്ള ഏറ്റെടുക്കും. 33-ാം അധ്യായം 39, 33-ാം അധ്യായം 45-46 വചനം എന്താ അറിയോ? യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ? ഏ നബിയെ, അങ്ങ് സാക്ഷിയാണ്, അങ്ങ് ഷാഹിദാണ്, ദെൻ അങ്ങ് നരകത്തെക്കുറിച്ച് താക്കീത് കൊടുക്കുന്ന ആളാണ്, അങ്ങ് സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളാണ്. തീർന്നില്ല, വദാഇയൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് ക്ഷണിക്കുക, മൊയ്തീൻ ഷെയ്ഖിലേക്കല്ല. നിങ്ങൾ നോക്ക്, ഞാൻ ഒരു ഒറ്റ വാചകം പറയാം. ഇപ്പം നൗഷാദ് ഹസനി എന്ന് പറഞ്ഞിട്ടൊരു പടപ്പുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാലോ. മുതബിർലാലും മതി. ഓൻ വീട്ടിൽ നിന്ന് തുണിയും കുപ്പായിടുന്നത് എന്തിനാ? ഓൻ അടിവസ്ത്രം ധരിക്കുന്നു, ബനിയൻ ഇടുന്നു, ഓൻ ജുബ്ബ ധരിക്കുന്നു, തലപ്പാവ് ധരിക്കും. എന്തിനാ? CM ഒരു പടച്ചോനാണെന്ന് പറയാൻ. ഓൻ ഇറങ്ങിയിട്ട് പെട്ടിയെടുത്ത് ഇറങ്ങുമ്പോൾ ഭാര്യനോട് സലാം പറഞ്ഞിട്ട് പോകുന്നത് എന്തിനാ? ഒരു സൃഷ്ടിയെ മഹത്വവൽക്കരിക്കാൻ, സൃഷ്ടാവിനെ വിസ്മരിക്കാൻ. ഓൻ്റെ ഏത് പ്രസംഗമാണ് അള്ളാഹിനെ കുറിച്ചുള്ളത്? ചിന്തിക്ക്. ഞാൻ ഖുർആനെ ഉദ്ധരിക്കുക, വദാഇയൻ ഇലല്ലാഹ്. തീർന്നില്ല, ഉദു ഇലാ സബീലി റബ്ബിക, നിന്റെ റബ്ബിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രസംഗിക്ക്. 16-ാം അധ്യായം 125-ാമത്തെ വചനം. അല്ലെ, ആലോചിച്ചു നോക്കൂ. കുൽ താലൗ, താലൗ, നിങ്ങൾ വരൂ. വേദഗ്രന്ഥക്കാരെ, അഖിലുകാരെ, നിങ്ങൾ വരൂ. എന്തിലേക്ക്? അള്ളാഹുവിലേക്ക് വരൂ. ഖുർആന്റെ 3-ാം അധ്യായം 64, ഖുർആന്റെ 29-ാം അധ്യായം അതിൽ പറയുന്നത് എന്താണ്? പടച്ചവനിലേക്ക് നിങ്ങൾ വരൂ. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹും വാഹിദ്. നിങ്ങളുടെ ദൈവവും ഞങ്ങളുടെ ദൈവവും ഒന്നാണ്. പടച്ചോനിലേക്ക് ക്ഷണിക്കാനാണ്. അല്ലേ? ഖുർആന്റെ 29-ാം അധ്യായം 46. കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ്, പറയൂ നബിയേ, നിങ്ങളുടെ പ്രസ്ഥാനം എന്താന്ന് പറയൂ നബിയേ. മോനെ, ആദ്യത്തെ ക്ലിപ്പ് ഒന്നിട് മോനെ, ആ ക്ലിപ്പ് ഒന്നിട്. ആദ്യത്തെ ക്ലിപ്പ്, ഫസ്റ്റ് സമസ്ത ഉണ്ടായത് മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് എന്നുള്ളത്. ആ ക്ലിപ്പ് ഒന്നിട്. മുഅ്മിനീങ്ങളെ, അതിനാണ് സുന്നത്ത് ജമാഅത്ത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലവനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലവനെ, യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്റെ മുഅ്മിനീങ്ങളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. അപ്പം എന്ത് മനസ്സിലായി? ഔസുല്ലാലമിനെ വിളിക്കുന്ന, ആവേശത്തോടെ വിളിക്കുന്ന ഒരു സമൂഹത്തെ അള്ളാഹു റസൂലിനോട് പറയുന്നത് അറിയോ? കുൽ ഹാദിഹി സബീലി, പറയൂ നബിയേ, ഇതാകുന്നു എൻ്റെ മാർഗമെന്ന് പറയൂ. അദൂ ഇലല്ലാഹ്, ഞാൻ നിങ്ങളെ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നു. അലാ ബസീറത്തിൻ, തെളിവുകളോടെ. അന വമനിത്തബാനി, ഞാൻ മാത്രമല്ല എന്നെ പിന്തുടർന്ന സഹാബത്തും. അബൂബക്കർ സിദ്ദീഖ് വിളിച്ചത് അതിലേക്കാണ്, മുആദ് വിളിച്ചത് അതിലേക്കാണ്. അവ്വലു മാ തദൂഹും ഇലൈ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്കൂ, എല്ലാവരും വിളിച്ച അള്ളാഹുലേക്കാണ്. ഇനി ഞങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഏത് പ്രവാചകൻ്റെ അനുയായികളാണ്? സമസ്തയിലെ EKAP സുന്നികൾ ഏത് പ്രവാചകൻ്റെ അനുയായികളാണ്? 1.25 ലക്ഷത്തോളം അംബിയാ മുർസലിങ്ങളിൽ ഒരു നബിയായി പോലും നിങ്ങൾക്ക് ബന്ധമില്ലെന്ന് കേൾക്കുമ്പോൾ എത്ര കഷ്ടമാണ് നിങ്ങളുടെ കാര്യം. ക്രിസ്ത്യാനികൾക്ക് യേശു ക്രിസ്തുവായിട്ട് ബന്ധമുണ്ട്, മറിയമായിട്ട് ബന്ധമുണ്ട്, നിങ്ങൾക്ക് ഒന്നായിട്ട് ബന്ധമില്ലാതായി പോയല്ലോ. എന്തൊരു കഷ്ടമാണിത്. ചിന്തിച്ചു നോക്ക്, ആലോചിച്ച് നോക്ക്. ശരിക്കും ഇന്നത്തെ പോലെ ഈ സത്യം നിങ്ങൾക്ക് ക്ലിയറാക്കി തരാൻ വേറൊരു ദിവസം അള്ളാഹു എനിക്ക് തന്നിട്ടില്ലെങ്കിലോ? ഞാൻ അത്രയും വളരെ ക്ഷീണത്തിലും അസുഖത്തിലുമായിരുന്നു. റബ്ബിനോടുള്ള ദുആ, ആയിരങ്ങളുടെ ദുആ. കഴിഞ്ഞ റമദാൻ്റെ തൊട്ട് ഈ ആഴ്ചകളിലൊക്കെ ഞാൻ അസുഖം ബാധിച്ചു തുടങ്ങുകയാണ്, കാലുകൾ തളർന്നു തുടങ്ങണം. സഹോദര, അള്ളാഹ് തന്ന ആരോഗ്യം ഉണ്ടല്ലോ, അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനാണ്. എത്ര ഖുർആനിക വചനം ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഞാനൊന്ന് ഓടിച്ച് പറഞ്ഞുതരാം, എല്ലാം ആയിട്ടില്ലെങ്കിൽ പോലും. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആനിലെ 40-ാം അധ്യായം 19-ാമത്തെ വചനം ഞാൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ
14-ാം അധ്യായം 52-ാമത്തെ വചനം ഞാൻ രണ്ടാമത് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 18-ാമത്തെ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 29-ാം അധ്യായം 61, 63, 65 വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞു. സൂറത്ത് സുമറിൽ നിന്ന് 17, 18 വചനത്തിൻ്റെ ആശയം ഞാൻ നിങ്ങളോട് പറഞ്ഞു. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം 56, 57 പറഞ്ഞു. 34-ാം അധ്യായം സൂറത്ത് സബയിലെ 22 പറഞ്ഞു. സഹോദരങ്ങളെ, ഇനി ഒരുപാട് പറഞ്ഞു, ഞാൻ ആ ഭാഗമൊക്കെ വിടുകയാണ്. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള 3 ഖുർആനിക വചനങ്ങളാണ്. ഞാൻ അവസാനിപ്പിക്കുകയും ചെയ്യും. ശിർക്ക് ചെയ്താൽ എന്താ കുഴപ്പം? വലക്കത് ഊഹിയ ഇലൈക വൈലല്ലദീന മിൻ ഖബ്ലിക ലൈൻ അശ്റക്ത ലയഹ്ബതുന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. ഇതാണ് പ്രശ്നം. 39-ാം അധ്യായം 65. നബിയെ, താങ്കൾക്ക് മാത്രമല്ല താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർക്കും ഞാൻ വഹി നൽകിയിട്ടുണ്ട്. എന്ത്? ശിർക്ക് ചെയ്താൽ സകല അമലും പൊളിഞ്ഞു പോകുന്നു, പിന്നെ ഒരമലും അല്ലാഹു സ്വീകരിക്കില്ല. മൊയ്തീൻ ഷെയ്ഖേ, മൊയ്തീൻ ഷെയ്ഖേ എന്ന് ഒരാൾ വിളിച്ചാൽ അയാളുടെ സകല അമലും പൊളിഞ്ഞു എന്നാണ് പറയുന്നത്. സകല അമലും പൊളിഞ്ഞു. അല്ലാഹു ഖുർആനിൽ പറഞ്ഞാണ്, നബിമാരെ വിളിച്ചിട്ട് പറഞ്ഞാണ്, നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്ത സകല അമലും പൊളിഞ്ഞു. നബിമാരുടെ അമൽ വരെ പൊളിഞ്ഞു. നബിമാരോടാ പറയുന്നത്. മുൻകാല നബിമാരെ മുഴുവനും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അമൽ പൊളിഞ്ഞു. അടുത്തത് വിശുദ്ധ ഖുർആൻ പറയാൻ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും പൊറുക്കില്ല അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്. 4-ാം അധ്യായം 48-ാമത്തെ വചനം, 4-ാം അധ്യായം 116-ാമത്തെ വചനം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, 5-ാം അധ്യായം 72-ാമത്തെ വചനം. നിങ്ങളെങ്ങാനും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാണ്, നിങ്ങൾ നരകത്തിൻ്റെ അകലുകാരാണ്. കഅബാലയത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കയിലെ മുശ്രിക്കുകൾ വന്നു. അവർ തൽബിയത്ത് ചൊല്ലി. കിതാബുൽ ഹജ്ജ്, സഹീഹ് മുസ്ലിം കിതാബുൽ ഹജ്ജിലെ ഹദീസാണ് പറയുന്നത്. അതിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഈ ആളുകൾ ഹജ്ജ് ചെയ്യാൻ കഅബത്തിൻ്റെ അടുത്ത് വരും. അപ്പം നബിയും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അള്ളാഹിൻ്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നു. എന്നിട്ട് പറയാണ്, ഇല്ലാ ശരീകൻ ഹുവലക ചംലിക്കുഹു അമാമലക, ഒരു പറഞ്ഞുള്ള വാചകമാണ്. അപ്പോൾ അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്നവർ പറയുമ്പോൾ റസൂൽ പറയും, മതി മതി, ഖദ് ഖദ്, മതി മതി. എന്നിട്ട് അള്ളാഹുവിൽ, അതാണ് നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ടത്, അള്ളാഹുവിൽ. അള്ളാഹിനെ പറ്റി അവർ പറയുന്നത് അറിയോ? അള്ളാഹു കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അള്ളാഹ് കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇല്ലാ ശരീകൻ ഹുവലക തംലിക്കുഹു അമാമലക, പടച്ചോൻ കൊടുത്ത കഴിവെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെപ്പറ്റി റസൂലുള്ളാഹി പറഞ്ഞ എന്താണ്? വൈലക്കും ഖദ് ഖദ്, നിങ്ങൾക്ക് നാശം വേണ്ട, ആ വാചകം വേണ്ട. അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, അള്ളാഹ്ക്ക് പങ്കുകാരില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. അള്ളാഹ് ആർക്കെങ്കിലും അള്ളാഹിൻ്റെ കഴിവ് വകവെച്ച് കൊടുത്തു എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു, ഖുർആനും സുന്നത്തും വെച്ച് നമ്മൾ പറഞ്ഞു, വളരെ ഗൗരവമായി പറഞ്ഞു. ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി ഓരോ പോയിന്റും നമ്മൾ ഇവിടെ എടുത്ത് തലനാരിയ കീറി പറഞ്ഞു. ഇവിടെ ഏറ്റവും വലിയ കുഫ്ർ പ്രചരിപ്പിക്കുന്നവരെ നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചു. അതൊന്നും ഒരു വ്യക്തിവിരോധമല്ല. ഈ ആദർശം അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കണം എന്നാ. അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കാത്തവൻ ഈമാനില്ലെന്ന് പ്രവാചകൻ. അള്ളാഹ്ക്ക് വേണ്ടി, വ്യക്തിപരമല്ല. നമ്മളെപ്പറ്റി പറഞ്ഞാലോ നമ്മുടെ പ്രസ്ഥാനത്തെ പറ്റി പറഞ്ഞാലോ നമുക്ക് ആരോടും ഒരു വെറുപ്പില്ല. അള്ളാഹുവിനെതിരെ ശത്രു, അള്ളാഹിനോട് യുദ്ധം പ്രഖ്യാപിക്കുക. മുനാദിയൻ യുനാദി ലിൽ ഈമാനി അന്നാമിനു ബിറബ്ബിക്കും ഫആമന്നാ, സൂറത്ത് ആൽ ഇംറാനിലാണുള്ളത്. എന്താ അതിൻ്റെ അർത്ഥം? വിളിച്ചു പറയപ്പെട്ട ഒരാൾ അള്ളാഹുവിൽ വിശ്വസിക്കൂ. അപ്പം വിളിച്ചു പറയുന്നവരൊക്കെ വിളിച്ചു പറയുന്ന അള്ളാഹുവിൽ വിശ്വസിക്കാനാ, അല്ലാതെ ഷെയ്ഖിൽ വിശ്വസിക്കാനല്ല, മമ്പറന്നങ്ങളിൽ വിശ്വസിക്കാനല്ല, അവരിലേക്ക് തിരിഞ്ഞു വരുമെന്നല്ല. താർത്താരികൾ, ചെങ്കിസ് ഖാൻ്റെ പട്ടാളം മംഗോളിയ കടന്നു വന്നപ്പോൾ അവർ ദർഗയിലേക്ക് ഓടി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞു, ഉഹുദിൻ്റെ പശ്ചാത്തലത്തിൽ നബിയോട് അനുസരണക്കേട് കാണിച്ചിട്ട് വരെ അവർ പരാജയപ്പെട്ടു. പിന്നെ ശിർക്ക് ചെയ്ത് നിങ്ങൾ പരാജയപ്പെടാതിരിക്കുമെന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം അവരോട് ചോദിച്ചത്. അപ്പം നമ്മളെല്ലാവരും മനസ്സിൽ, ഇത് വ്യക്തിപരമല്ല, ഇത് സംഘടനാപരമല്ല, ഇത് വിശുദ്ധ ഖുർആനിലെ ഓരോ വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള പ്രഭാഷണമാണ്. നിങ്ങൾക്ക് ക്ലിപ്പിട്ട് കേൾപ്പിച്ചതിൻ്റെ ഗൗരവം, ഞാനതിൽ എനിക്ക് ഏറ്റവും ഗൗരവം തോന്നി 2 കാര്യമാണ്. ഒന്ന്, കടലിൽ വെച്ച് ഖലീൽ തങ്ങൾ വിളിക്കുന്നത്. 2, ഭൂമിയിലെ
ആഖിറത്തിലും ഭൂമിയിലും സകല നിയമത്തും, അങ്ങനെ തന്നെ പറയുന്നത്. എന്തൊക്കെ നിയമത്തുണ്ടോ, ഏതെങ്കിലും ഒന്നും രണ്ടല്ല പറയുന്നത്, സകല നിയമത്തും. എത്ര വലിയ കുഫറാണ് അല്ലേ? നിങ്ങൾ ചിന്തിക്ക് എത്ര വലിയ കുഫറാണ് ആ പ്രസംഗിച്ചു പോയത്. ഒരു കൂസലും ഇല്ലല്ലോ. ജനങ്ങൾ കൊടുക്കണ ഭക്ഷണം കഴിച്ച് നല്ല വെളുത്ത് തുടുത്ത കവളൊക്കെ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര വലിയ കുഫർ പറഞ്ഞിട്ട് എന്തായിരിക്കും പടച്ചോന്റെ. യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാർ യഖൂലൂന യാ ലൈതനാ അതാന അല്ലാഹ് വഅതാന റസൂല. സൂറത്ത് അഹ്സാബിലെ 66 എന്താ പറയുന്നത്? നരകത്തിൽ മുഖം കുത്തി വീഴും. നരകത്തിൽ മുഖം കുത്തി വീണിട്ട് ഇവർ പറയുന്നത് എന്താ അറിയോ? അള്ളാഹുവിനെ ഈ റസൂലിനെ അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. സാദത്തന വകുബ്രാഅന, പണ്ഡിത പുരോഹിതന്മാരെ അനുസരിച്ചത് കൊണ്ടല്ലേ നരകത്ത് പോയത്. എന്നിട്ട് ഈ ജനങ്ങൾ എന്താ പറയുന്നത് അറിയോ? ഈ പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഞങ്ങളെ ചതിച്ചു. ഹദ്ദാദിലേക്ക്, റാത്തീബിലേക്ക്, മൗലൂദിലേക്ക്, സുന്നത്തല്ലാത്ത ബിദ്അത്ത് നോമ്പിലേക്ക് ഒക്കെ ഞങ്ങളെ ക്ഷണിച്ചു. അതുകൊണ്ട് റബ്ബന ആതിൽ ളൈഫൈന മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ അവർക്ക്. ചിന്തിച്ചു നോക്ക്. നരകത്തിന്റെ കാവൽക്കാരി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അലം യഅതികും നദീർ, അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. അലം യഅതികും നദീർ, നിങ്ങൾക്ക് താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ? ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ, അതെ താക്കീതുകാർ വന്നിരുന്നു, പക്ഷേ ഫഖദ്ബന, ഞങ്ങൾ കളവാക്കി. എന്നിട്ട് അവർ പറയുന്നത് എന്താ? ഇങ്ങനെ ഒന്നും ഇറക്കിയിട്ടില്ല. മുജാഹിദുകൾ ഓതുന്നൊക്കെ വെറുതെയാണ്. ഞങ്ങളുടെ നാട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് പേരോട് വന്ന് പ്രസംഗിച്ചിട്ട് ജനങ്ങളെ പറ്റിച്ചെന്താ അറിയോ? മുജാഹിദുകളെ ഖുർആൻ വേറെയാണ്. കോളിക്കൽ, പൂനൂരിനടുത്ത്, കാന്തപുരത്തിനടുത്ത് കോളിക്കൽ വന്നിട്ട് പേരോട് പ്രസംഗിച്ച മുജാഹിദുകളെ ഖുർആൻ വേറെയാണ്. അതുകൊണ്ടാണ് ഞാൻ അധ്യായ നമ്പറും വചന നമ്പറും അറിയാം. നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങളെ പരിഭാഷ നോക്കിക്കോ. പിന്നെ അവർ പറയുന്നത് അറിയോ? വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നാഖിൽ മാ കുന്നാ ഫി അസ്ഹാബി സഗീർ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരവസ്ഥ വരുമായിരുന്നില്ല. ചിന്തിക്കുക. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമായി ഈ വിഷയത്തെയൊക്കെ നമ്മൾ കാണണം. ഒന്ന് അനല്ലാ എന്ന് പറഞ്ഞു, ഫിറൗൻ പറഞ്ഞ വാചകമാണ്, അപ്പോൾ അത് കുഫറായി. അത് സക്കാഫി പറഞ്ഞാലും ഫൈസി പറഞ്ഞാലും അൻവരി പറഞ്ഞാലും അത് കുഫർ തന്നെ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഈ നാട്ടിലുള്ള മനുഷ്യന്മാരോടുള്ള നമ്മുടെ കടപ്പാട് എന്താ അറിയോ? പ്രവാചകന്മാർ വളച്ചുകെട്ടില്ലാതെ പറഞ്ഞ, സത്യസന്ധമായി പറഞ്ഞ. എന്തിനാ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടത്? എന്തിനാ? എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞതിൻ്റെ പേരിലാണോ? ആണോ? എത്ര പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു. യഹിയാ നബി കൊല്ലപ്പെട്ടു, കഴുത്തരിയപ്പെട്ടു. സക്കരിയ നബിയെ രണ്ടാക്കി മരം കീറുന്ന പോലെ ഈർച്ചവാള് വെച്ച് കീറി. വതഖ്തുലൂന അംബിയാഅഹും, ഒരുപാട് പ്രവാചകന്മാർ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, നാട് കടത്തപ്പെട്ടു. വല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖിൻ ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് ഇല്ലാ യഖൂലു റബ്ബുനല്ലാഹ്, അള്ളയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അള്ളയാണ് ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് ചിന്തിക്കുക. അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കാനും അള്ളാഹ്ക്ക് വേണ്ടി വാദിക്കാനും അള്ളാഹുവിൻ്റെ പേരിൽ മരിക്കേണ്ടി വന്നാൽ മരിക്കാനും, അതാണ് ഒരു ഈമാനുള്ള യഥാർത്ഥമായ സലഫിയുടെ യഥാർത്ഥമായ ജീവിതവും ലക്ഷ്യവും നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇവിടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഖുർആനിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ നമ്മളിന്ന് കേട്ടു. അധ്യായം കേട്ടു, വചനം കേട്ടു, ആശയം കേട്ടു, അർത്ഥം കേട്ടു, അതിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ കേട്ടു. ഇവിടെ സമസ്തയുടെ വിശ്വാസം എന്താണെന്ന് കേട്ടു. എനിക്ക് തന്ന ടോപ്പിക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയതുകൊണ്ട് അതിനോട് നീതി പുലർത്താതിരിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് പടച്ചോൻ്റെ മുമ്പിൽ നമ്മളെ വിചാരണ ചെയ്യപ്പെടുന്ന രംഗത്ത് അള്ളാഹനെ മാത്രമേ പേടിക്കാവൂ എന്ന് അള്ള പറഞ്ഞതുകൊണ്ട് പടച്ചവനെ മാത്രം പേടിച്ചുകൊണ്ട് ഈ കാര്യം പറഞ്ഞു. വലാ യഖാഫൂന ലൗമത്ത ലായിം, ഒരാക്ഷേപകൻ്റെ ആക്ഷേപത്തെയും ഭയപ്പെടാതെ മുന്നോട്ട് പോകുന്നൊരു സംഘത്തെക്കുറിച്ച് അള്ള പറയുന്നുണ്ട്. യഥാർത്ഥ ദീന് പറയാതെ ദീനിൽ നിന്ന് നിങ്ങൾ മുർത്തദ്ദായാൽ അള്ള പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും മൻ ദീനിഹി ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. അതിൽ പറയുന്നത്, നിങ്ങളിതൊക്കെ മാറ്റി വെച്ചാൽ ഒരു സംഘത്തെ അള്ള കൊണ്ടുവരും, ഒരു ന്യൂനപക്ഷത്തെ. അവർ അള്ളാനെ മാത്രമേ പേടിക്കൂ, വേറൊരാളെയും പേടിക്കൂല. അവർ ഹക്ക് തുറന്നു പറയും, അവർ അള്ളാഹ് അവരെ രക്ഷിക്കുമെന്ന വിശ്വാസത്തിലായിരിക്കും അവർ എന്ന് സൂറത്ത് മായിദ 5-ാം അധ്യായം 54-ാമത്തെ വചനത്തിൽ അള്ള പറയുന്നു. സഹോദരങ്ങളെ, ഇത്ര നേരം എന്നെ കേട്ട നിങ്ങൾക്ക് അഗൈതവുമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. സർവശക്തനായ പ്രപഞ്ചനാഥനെ സ്തുതിക്കുന്നു, അവനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. സഹോദരങ്ങളെ, നാളെ ജൗഹർ മുനവറിൻ്റെ പ്രോഗ്രാം ഉണ്ടാകും. അദ്ദേഹം ലഹരിയുമായി ബന്ധപ്പെട്ട അന്നത്തെ യുവത്വത്തിൻ്റെ
ഭയാനകരമായ ലഹരിക്ക് അടിമപ്പെടുന്നതിനെ കുറിച്ചാണ് നാളത്തെ ചർച്ച. ഇൻഷാ അല്ലാ ആ പ്രസംഗത്തിൽ നിങ്ങൾ ധാരാളം ആളുകളെ ജാതി മതഭേദമന്യേ, കാരണം അതിലെന്തില്ല, അതിൽ ഈ ആദർശപരമായ ഏറ്റുമുട്ടലുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിലെല്ലാവരും വരും. അതോടൊപ്പം തിരൂരിനടുത്തുള്ള BP അങ്ങാടി, നിങ്ങൾക്കറിയാം, ആന ചവിട്ടിയിട്ട് ഈ കഴിഞ്ഞ നേർച്ചയ്ക്ക് ഒരാൾ മരിച്ചല്ലോ. ആ പ്രദേശത്ത് തൗഹീദിൻ്റെ പള്ളിയില്ല, തൗഹീദിൻ്റെ മദ്രസല്ല. അപ്പോൾ അവിടെ നിന്ന് സ്വന്തം മകന് സുഖമില്ലാതെ ആ മകനെ എടുത്തുകൊണ്ട് പല സദസ്സിലും ആ പിതാവ് ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ദർഗയുള്ള നാട്ടിൽ, ആന ചവിട്ടി മരിച്ച നാട്ടിൽ, അന്ധവിശ്വാസത്തിൻ്റെ നാട്ടിൽ അള്ളാനെ മാത്രം വിളിക്കുന്നൊരു പള്ളി, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നൊരു മസ്ജിദ്, ഒരു മദ്രസ്, അതിൻ്റെ പിരിവാണ് ഇവിടെ നടക്കുക. ഞാൻ സ്ത്രീകളോട് പറയണം, ഒരുപാട് സ്ത്രീകളെ കാണുന്നുണ്ട്. കാപ്പവൻ്റെ ഓരോ മോതിരം അദ്ദേഹത്തിൻ്റെ ബക്കറ്റിൽ നിങ്ങൾ ഊരിയിട്ട് കൊടുത്താൽ, ഒരു പവൻ്റെ ചെയിൻ നിങ്ങൾ കൊടുത്താൽ ഒരു നാട്ടിൽ പള്ളി ഉണ്ടാകുന്നത്. ഈ ഭൂമുഖത്ത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭവനം അള്ളാഹുവിൻ്റെ മസ്ജിദാണ്. അതുകൊണ്ട് തന്നെ ആ മസ്ജിദിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി നിങ്ങൾ വലിയൊരു തുക ചോദിച്ച് മനസ്സിലാക്കിയ ആൾ ഇവിടെ ഉണ്ട്. എല്ലാവരെടുത്തും അദ്ദേഹത്തിന് എത്താൻ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. ഞാൻ ഏറ്റവും ഒടുവിലാണ് ഓർത്തത്, ഞാനത് പറഞ്ഞു, സോറി പറയുന്നു ഞാൻ അദ്ദേഹത്തോട്. എങ്കിലും നിങ്ങളെല്ലാവരും അദ്ദേഹത്തെ കണ്ടുകൊടുക്കുക. നിങ്ങളടുത്തേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒഴിഞ്ഞു പോകരുത്. ഇതൊരു നല്ല സംരംഭമാണ്. അള്ളാഹുവിനെ മാത്രം സുജൂദ് ചെയ്യുന്നൊരു പള്ളി, സൃഷ്ടികളിലേക്ക് ഇബാദത്ത് വഴിതിരിച്ചുവിടാത്തവരുടെ ഒരു പള്ളി, ഖുർആനും സുന്നത്തും സച്ചരിതങ്ങളും പഠിപ്പിക്കുന്നൊരു പള്ളി അതുണ്ടാകണം. നമ്മുടെ നാളത്തെ പരിപാടി ഇതേപോലെ കൃത്യസമയത്ത് ആരംഭിക്കും. എല്ലാവരും അതിൽ പങ്കെടുക്കുക. സർവശക്തനായ പടച്ച തമ്പുരാൻ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.